ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് സമയം കളയാതെ തന്നെ ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ നമ്മളുടെ ഇപ്പോൾ ചർച്ചയിലുള്ള ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് പെർട്ടിക്കുലർലി കഴിഞ്ഞ ആഴ്ചകൾക്ക് മുന്നേ ഒരാഴ്ചയായെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ജൂണിലെ ആദ്യ വീക്കിലാണ് ഒരു വാർത്തയുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ജഡ്ജസിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്, ജഡ്ജസ് റിലേറ്റഡ് ടു ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്, അവരെല്ലാവരെയും കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, പാർലമെന്റിന്റെ മൺസൂൺ സെഷൻ സംഘടിപ്പിക്കാനായിട്ട് പോകുന്നതിന് മുൻപ് സ്ഥിരമായിട്ട് ഇദ്ദേഹത്തെ നമ്മൾ ഇനി വീണ്ടും കേൾക്കും. അപ്പൊ നമുക്കത് റിവൈസ് ചെയ്ത് പോകാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ നമ്മളുടെ ഈ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നത്, ഒരു ഹൈക്കോടതി ജഡ്ജിനെ പെർട്ടിക്കുലർലി എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോ അത് കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ട് നമ്മളുടെ ഈ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ ആരാണെന്ന് പറഞ്ഞു പോവാം. അതായത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ ഡൽഹി ഹൈക്കോടതിയിൽ സെർവ് ചെയ്യുന്ന ഒരു ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഡൽഹി ഹൈക്കോടതിയുടെ ഒരു ജസ്റ്റിസ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ജഡ്ജ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടില് പെട്ടെന്ന് ഒരു ദിവസം തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞിട്ട് ഫയർഫോഴ്സ് തീ അണയ്ക്കാൻ വന്നപ്പോ തീ അണയ്ക്കുന്നതിന്റെ കൂട്ടത്തില് പുള്ളിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് നോട്ടുകൾ കത്തിയതായിട്ട് കണ്ടെത്തി. തീ അണയ്ക്കുന്നതിന്റെ കൂട്ടത്തില് കുറച്ച് നോട്ടുകൾ, കോടിക്കണക്കിന് രൂപയുടെ നോട്ടുകൾ കത്തി നശിച്ചതായിട്ടും അതിന്റെ പല ഭാഗങ്ങളും കണ്ടെത്തി. ഇത് ഇവര് തന്നെ വീഡിയോ എടുത്ത് എയർ ചെയ്തു. ആര്? ഈ ഫയർഫോഴ്സ് അംഗങ്ങൾ. പിന്നീട് ഇത് വലിയ ചർച്ചയായി. കാരണം ഡൽഹി ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്നാണ് ഈ കോടിക്കണക്കിന് രൂപയുടെ തീ പിടിച്ച നോട്ടുകൾ കാണുന്നത്. പിന്നീട് ഫയർഫോഴ്സ് ഇത് നിഷേധിക്കുകയും പിന്നീടുള്ള എൻക്വയറിയിൽ അത് വീണ്ടും തെളിയുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ വാർത്തയിലേക്ക് വരുന്നത്. മാർച്ച് ആദ്യഘട്ടങ്ങളിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഈ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും കോടതികൾ ഇടപെട്ടു, സുപ്രീം കോടതി ഇടപെട്ടു. എന്നിട്ട് സുപ്രീം കോടതിയിലെ കൊളീജിയം സിസ്റ്റം ജഡ്ജസിനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലും ജഡ്ജസിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യണമെങ്കിലും റെക്കമെൻഡേഷൻ ചെയ്യുന്ന ഒരു കമ്മിറ്റിയുടെ പേരാണ് ഈ കൊളീജിയം സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജൂൺ 1 തീയതിയിലത്തെ വാർത്തയാണെന്ന് തോന്നുന്നു, ജൂൺ 1 തീയതി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്താ ചെയ്തേ? ഈ കൊളീജിയം സിസ്റ്റം പറഞ്ഞു, നിങ്ങളുടെ ഹോം കേഡറിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോം കോടതിയിലേക്ക്, ഹൈക്കോടതിയിലേക്ക് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഹോം ഹൈക്കോടതിയിലേക്ക് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണം. ഹോം എവിടെയാണ്? അലഹബാദ് ഹൈക്കോടതിയായിരുന്നു. അലഹബാദിലെ ജഡ്ജുകളെല്ലാം കൂടി അവിടെ പ്രശ്നം ഉണ്ടാക്കി. ഇത് എന്താണ്, എല്ലാ വേസ്റ്റുകളും കൊണ്ടുവന്ന് ഇടാനായിട്ടുള്ള സ്ഥലമാണോ ഞങ്ങളുടെ അലഹബാദ് കോടതി എന്നും പറഞ്ഞിട്ട് അവരവിടെ കിടന്ന് വെച്ചുണ്ടാക്കാൻ തുടങ്ങി. സോ സുപ്രീം കോടതി അപ്പോയിന്റഡ് എ 3-member കമ്മിറ്റി. സുപ്രീം കോടതിയിലെ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഖന്നയായിരുന്നു, ജസ്റ്റിസ് YV ഖന്നയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസ്. സോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി എൻക്വയറി ചെയ്തു. സോ ആ കമ്മിറ്റി ഇദ്ദേഹം ഗിൽട്ടിയാണ്, അല്ലെങ്കിൽ മിസ്ബിഹേവിയർ കാണിച്ചിട്ടുണ്ട് എന്നൊരു തീരുമാനം എടുക്കുകയും അത് ഗവൺമെന്റിന് റഫർ ചെയ്യുകയും ചെയ്തു. ഇതാണ് ഇതുവരെ ഉണ്ടായിരുന്ന കഥ. ഇന്നലെ എന്താ സംഭവിച്ചേ? ഇന്നലെ നമ്മളുടെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ വീണ്ടും കോടതിയെ സമീപിക്കുകയാണ്. കോടതി, നിങ്ങൾ 3 കമ്മിറ്റിയൊക്കെ വെച്ചല്ലോ, അല്ലെങ്കിൽ 3 മെമ്പർ അടങ്ങുന്ന കമ്മിറ്റി വെച്ചിട്ട് എന്നെ കുറിച്ച് പഠിച്ചല്ലോ, അല്ലെങ്കിൽ ഒരു ചീഫ് ജസ്റ്റിസിനെ കുറിച്ചിട്ട് പഠിക്കാനായിട്ട് ഒരു കമ്മിറ്റി വെച്ചല്ലോ, അത് തെറ്റാണ്. കാരണം ജസ്റ്റിസിനെ, അല്ലെങ്കിൽ ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നത് പാർലമെന്ററി പ്രൊസീജിയർ ആണ്. എനിക്ക് കള്ളപ്പണം വാങ്ങുന്നതിനൊന്നും ഒരു പ്രൊസീജിയറിന്റെ കുറവുമില്ല. പക്ഷേ എന്നെ റിമൂവ് ചെയ്യുന്നത് ആരാണ്? പാർലമെന്റ് ആണ്. പാർലമെന്റ് വഴിയാണ് എന്നെ റിമൂവ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ 3-member കമ്മിറ്റി വെച്ചത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, അല്ലെങ്കിൽ പാർലമെന്റിക്ക് എതിരായിട്ടുള്ള പ്രവർത്തനമാണെന്ന് ആര് പറഞ്ഞു? നമ്മളുടെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ പറഞ്ഞു. ഓക്കെ, അദ്ദേഹം ഒരു അനോണിമസ് അക്രോണിയം വഴിയാണ്, അതായത് XXX എന്ന് പറയുന്ന, അല്ലെങ്കിൽ XXX എന്ന് പറയുന്ന അനോണിമസ് അക്രോണിയം, അതായത് ഒരു പെറ്റീഷൻ ആണ് അത് എന്ന് പറയുന്നത്. അനോണിമസ് ആയിട്ട് നമ്മൾ സമർപ്പിക്കുന്ന രേഖയാണ് ഈ അനോണിമസ് അക്രോണിയം എന്ന് പറയുന്നത്. അതായത് അതിൽ പേരോ ഡീറ്റെയിൽസോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു പെറ്റീഷൻ എവിടെ സമർപ്പിച്ചു? ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. ആര്? ജസ്റ്റിസ് യശ്വന്ത് വർമ്മ. സോ ഇവിടെ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, ജഡ്ജിനെ വെറുതെ നാളെ വരണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വരാതിരിക്കുന്ന ഒരാളല്ല ജഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന് എന്തുണ്ട്? സെക്യൂരിറ്റി ഓഫ് ടെൻവർ ഉണ്ട്. സെക്യൂരിറ്റി ഓഫ് ടെൻവർ ഉണ്ട്. സോ നമുക്ക് എങ്ങനെയാണ് ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നത് എന്ന് ബ്രീഫ് ആയിട്ടൊന്ന് നോക്കി പോവാം. ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നത്
കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ വഴിയാണ്. അതായത് സെക്യൂരിറ്റി ഓഫ് ടെനുവർ അദ്ദേഹത്തിനുണ്ട്. ഒരു പ്രൊസീജിയർ ദാറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, അതായത് ഒരു നിയമം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ പാലിച്ചല്ലാണ്ട് ഒരു ജഡ്ജിനെ, അത് ഹൈക്കോടതി ജഡ്ജ് ആയിക്കോട്ടെ സുപ്രീം കോടതി ജഡ്ജ് ആയിക്കോട്ടെ, റിമൂവ് ചെയ്യാനായിട്ട് പാടില്ല. ഇതാണ് നിയമം വ്യവസ്ഥിക്കുന്നത്. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഉണ്ട്. സുപ്രീം കോടതിയെ കുറിച്ച് പറയുന്ന സമയത്തും ഹൈക്കോടതിയെ കുറിച്ച് പറയുന്ന സമയത്തും ജഡ്ജസിനെ എങ്ങനെ റിമൂവ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. 2 കാരണങ്ങൾ കൊണ്ടാണ് ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. എന്തൊക്കെയാണ് 2 കാരണങ്ങൾ? പ്രൂവൺ മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി. ഫസ്റ്റ് വൺ ഈസ് പ്രൂവൺ മിസ്ബിഹേവിയർ, നിങ്ങൾ മിസ്ബിഹേവിയർ ആയിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ. രണ്ടാമത്തതോ ഇൻകപ്പാസിറ്റി ടു ഹോൾഡ് ദ ഓഫീസ്, നിങ്ങൾക്ക് അവിടെ ആ സ്ഥാനത്ത് തുടരാനായിട്ട് അർഹനല്ല, നിങ്ങൾ കാപ്പബിൾ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ. ഈ 2 കാര്യങ്ങളാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പ്രൂവൺ മിസ്ബിഹേവിയർ എന്താണെന്നോ അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി എന്താണെന്നോ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഈ 2 വാക്യങ്ങളോടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രൂവൺ മിസ്ബിഹേവിയർ ആണ് അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി. ഈ 2 കാരണങ്ങൾ കൊണ്ട് ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യാം. ദെൻ ജഡ്ജിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയർ എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? ജഡ്ജിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയർ ജഡ്ജസ് എൻക്വയറി ആക്ടിലാണ്. ജഡ്ജസ് എൻക്വയറി ആക്ടിലാണ് ജഡ്ജിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയർ എഴുതി വെച്ചിരിക്കുന്നത്. ജഡ്ജസ് എൻക്വയറി ആക്ട് 1968. ഓക്കെ, മറന്നു പോകരുത്. ഇതെല്ലാം റിവിഷൻ ആണ്. ജഡ്ജസ് എൻക്വയറി ആക്ട് 1968. ഇനി പറ, എങ്ങനെയാണ് നമ്മളുടെ ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നത്? ജഡ്ജിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള അധികാരം ആർക്കാണ്? ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യ ആണ്. ഞാൻ പറഞ്ഞു അന്ന്, ആരാണോ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് അയാൾ തന്നെയാണ് റിമൂവ് ചെയ്യേണ്ടത്. ആരാണോ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് അയാൾ തന്നെയാണ് അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടത്. സോ പ്രസിഡന്റ് ആണ് ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നത്. ഏതൊക്കെ 2 കാരണങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ പറഞ്ഞു? പ്രൂവൺ മിസ്ബിഹേവിയർ ആൻഡ് ഇൻകപ്പാസിറ്റി. ഓക്കെ, ഇനി അതിന്റെ പ്രൊസീജിയർ. ഒരു പ്രൊസീജിയർ ഇല്ലാണ്ട് ജഡ്ജിനെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പ്രൊസീജിയർ എന്താണ്? പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർലമെന്ററി പ്രൊസീജിയർ ആയിരിക്കണം. അതായത് പാർലമെന്റ് ആയിരിക്കണം ജഡ്ജിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള റെക്കമെൻഡേഷൻ ആർക്ക് കൊടുക്കേണ്ടത്? പ്രസിഡന്റിന് കൊടുക്കേണ്ടത്. അല്ലാണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വന്നിട്ട് നാളെ തുടങ്ങി ഇന്ന ജഡ്ജ് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവില്ല. പാർലമെന്ററി പ്രൊസീജിയർ ആയിരിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. ദെൻ പാർലമെന്റ് എങ്ങനെയാണ് ആ പ്രൊസീജിയർ നടത്തുന്നത്? അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജഡ്ജസ് എൻക്വയറി ആക്ട് 1968 പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജഡ്ജസ് റിമൂവലിനുള്ള അപേക്ഷ ഒരു റെസല്യൂഷൻ ആയിട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കണം. പാർലമെന്റിൽ ഒരു റെസല്യൂഷൻ ആയിട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കണം. ലോകസഭയിലാണെങ്കിൽ അതിൽ 100 മെമ്പർ പിന്താങ്ങിയിരിക്കണം. 100 മെമ്പേഴ്സ് ടു അപ്ഹോൾഡ് ചെയ്യണം. ദെൻ രാജ്യസഭയിലാണെങ്കിലോ 50 മെമ്പേഴ്സ്. കാരണം രാജ്യസഭയിൽ എണ്ണം കുറവല്ലേ, അതുകൊണ്ടാണ് 100 മെമ്പേഴ്സും 50 മെമ്പേഴ്സും. അപ്പോൾ ലോകസഭയിൽ ഒരു റെസല്യൂഷൻ ആയിട്ട് അവതരിപ്പിച്ചു. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞ ഒരു റെസല്യൂഷൻ വന്നു. അതിനെ ആരൊക്കെ പിന്താങ്ങണം? 100 മെമ്പേഴ്സ് അതിനെ പിന്താങ്ങണം, അപ്ഹോൾഡ് ചെയ്യണം. ഓക്കെ, ദെൻ ഈ 100 മെമ്പേഴ്സ് പിന്താങ്ങി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഒരു റെസല്യൂഷൻ നമ്മളുടെ സ്പീക്കറിന്റെ അടുത്തേക്ക് പോകും. ഈ ഒരു റെസല്യൂഷൻ നമ്മളുടെ സ്പീക്കറിന്റെ അടുത്തേക്ക് പോകും. സ്പീക്കർ എന്ത് ചെയ്യും? സ്പീക്കർ ഇത് സഭയിൽ തുടരണമോ അല്ലെങ്കിൽ ഇതുമായിട്ട് മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. സോ ദ സ്പീക്കർ ഓർ ദ ചെയർമാൻ ഡിസൈഡ്സ് വെദർ ടു അക്സെപ്റ്റ് ദ മോഷൻ. ഈ മോഷൻ അല്ലെങ്കിൽ ഈ റെസല്യൂഷൻ എന്ത് ചെയ്യും? തുടരണമോ വേണ്ടയോ, അക്സെപ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. ഫസ്റ്റ് സ്റ്റേജ് ആരായിരുന്നു? നമ്മളുടെ ഒരു റെസല്യൂഷൻ ആയിട്ട് അവതരിപ്പിച്ചു. അതിനെ എത്ര പേര് പിന്താങ്ങണം? 100 പേര്. ലോകസഭയിലാണെങ്കിൽ 100 പേര്, രാജ്യസഭയിലാണെങ്കിൽ 50 പേര്. ഓക്കെ, ദെൻ സ്പീക്കറുടെ അടുത്തേക്ക് ചെന്നു. സ്പീക്കർ അക്സെപ്റ്റ് ചെയ്തു. സ്പീക്കറിന് അക്സെപ്റ്റ് ചെയ്യാം, റിജക്ട് ചെയ്യാം. അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക. നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണ്? നെക്സ്റ്റ് പ്രൊസീജിയർ പാർലമെന്റ് ഒരു 3 മെമ്പർ കമ്മിറ്റിയെ രൂപീകരിക്കും. പാർലമെന്റ് ഒരു എൻക്വയറി കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് 3 മെമ്പേഴ്സ്. ജഡ്ജസ് 2 ജഡ്ജിമാരും ഒരു റിനൗഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ജൂറിസ്റ്റ് പേഴ്സണെയും നിയമിക്കും. അങ്ങനെ 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ രൂപീകരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? 3 പേര് അടങ്ങുന്ന കമ്മിറ്റി ഇദ്ദേഹത്തിന്റെ പ്രശ്നത്തെ കുറിച്ചിട്ട് പഠിക്കും. എന്നിട്ട് ഈ റിപ്പോർട്ട് പാർലമെന്റിന് സമർപ്പിക്കും. ആർക്ക് സമർപ്പിക്കും? പാർലമെന്റിന് സമർപ്പിക്കും. സോ
അതിനുശേഷം എന്ത് സംഭവിക്കും? ഇതിന്മേൽ ഇവർ സമർപ്പിച്ച റിപ്പോർട്ടിന് മേൽ, എൻക്വയറി കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിന് മേൽ എന്താണ് നടക്കുക? ചർച്ച നടക്കും പാർലമെന്റിലെ ഓരോ അംഗങ്ങളും അതിനെ ഇഴകീറി പരിശോധിക്കും, ഡിസ്കഷൻ ചെയ്യും. അവിടെ ഡിബേറ്റും ഡിസ്കഷനും ഒക്കെ നടന്നതിന് ശേഷം വോട്ടിനിടുമ്പോ എങ്ങനെയായിരിക്കണം? സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സായാൽ മതിയോ? അതായത് കേവല ഭൂരിപക്ഷത്തില്, സാധാരണ ഒരു മെജോറിറ്റിയിൽ പാസ്സായാൽ മതിയോ? പോരാ, അതിന് സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാവണം. സോ വോട്ടിനിട്ട് കഴിയുമ്പോൾ പാർലമെന്ററി അപ്രൂവൽ എങ്ങനെയാണ്? സ്പെഷ്യൽ മെജോറിറ്റിയിലാണ് പാസ്സാകേണ്ടത്. എന്താണ് ഈ സ്പെഷ്യൽ മെജോറിറ്റി? കഴിഞ്ഞ ക്ലാസ്സിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. എന്താണ് സ്പെഷ്യൽ മെജോറിറ്റി? സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനറി മെജോറിറ്റി അല്ലാത്ത എല്ലാത്തിനെയും നമ്മൾ സ്പെഷ്യൽ മെജോറിറ്റി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഓർഡിനറി മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഭൂരിപക്ഷം എന്ന് പറയില്ലേ നമ്മൾ, അതായത് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മെജോറിറ്റി. ഇപ്പൊ 10 പേരുണ്ടെങ്കിൽ 6 പേരായിരിക്കും മെജോറിറ്റി. അതിനെയാണ് നോർമൽ മെജോറിറ്റി അല്ലെങ്കിൽ ഓർഡിനറി മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ 6 പേര് അനുകൂലിച്ച് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പാസ്സായി. 10 പേരിൽ 6 പേര് അനുകൂലിച്ച് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാസ്സായി. 4 പേര് റിജക്ട് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ മെജോറിറ്റി എന്ന് പറയുന്നത്, നോർമൽ മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. പക്ഷേ ഇതുപോലെയുള്ള ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ വരുമ്പോൾ ഈ നോർമൽ മെജോറിറ്റി മാത്രം മതിയോ? ഇല്ല, നോർമൽ മെജോറിറ്റി മാത്രം പോരാ. ഓക്കെ, നോർമൽ മെജോറിറ്റി മാത്രം പോരാ. എന്തുകൂടി വേണം? സ്പെഷ്യൽ മെജോറിറ്റി വേണം. സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും പല പല സ്പെഷ്യൽ മെജോറിറ്റികളാണ്. അതായത് ഇപ്പോ പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാൻ, വിച്ച് ഈസ് കോൾഡ് ഇംപീച്ച്മെന്റ് ഓഫ് ദി പ്രസിഡന്റിന് ഒരു മെജോറിറ്റി വേറെയാണ്. ജഡ്ജസിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള മെജോറിറ്റി വേറെയാണ്. ദെൻ നമ്മളുടെ സ്പീക്കറിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള മെജോറിറ്റി. അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് മെജോറിറ്റീസ് ഉണ്ട്. സോ ഓർഡിനറി മെജോറിറ്റി അല്ലാത്ത എല്ലാത്തിനും എന്താണ്? സ്പെഷ്യൽ മെജോറിറ്റി എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, ഈ സ്പെഷ്യൽ മെജോറിറ്റിയിൽ എങ്ങനെയാണ് നമ്മളുടെ ഹൈക്കോടതി ജഡ്ജിനെ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയെ, ഇവർ രണ്ടുപേരെയും സെയിം രീതിയിലാണ് റിമൂവ് ചെയ്യുന്നത്. എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? അതായത് അതുവരെ പ്രസന്റ് ആയിരിക്കുന്ന എല്ലാവരും, അതായത് ടോട്ടൽ മെമ്പർഷിപ്പിന്റെ ഒരു മെജോറിറ്റി വേണം. അതായത് ടോട്ടൽ മെമ്പർഷിപ്പ് ഇപ്പൊ 545 ആണ് എന്ന് വിചാരിക്കുക. ലോകസഭയിൽ 545ഉം നമ്മളുടെ രാജ്യസഭയിൽ 250 ആണെന്ന് വിചാരിക്കുക. സോ ഈ 545ന്റെ ഒരു മെജോറിറ്റി വേണം. ടോട്ടൽ മെമ്പർ ഓഫ് പ്രസന്റ് ആൻഡ് വോട്ടിംഗിന്റെ മെജോറിറ്റി ആയിരിക്കണം അത്. അതായത് ടോട്ടൽ മെമ്പേഴ്സ് എത്ര പ്രസന്റ് ഉണ്ടോ അല്ലെങ്കിൽ അവൈലബിൾ വേക്കന്റ് ആണോ അവരുടെ മെജോറിറ്റി വേണം. 545ന്റെ മെജോറിറ്റി വേണം. അത് കൂടാണ്ട് 2/3 മെമ്പേഴ്സ് ഓഫ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്, അതായത് 2/3 ഇന്ന് സഭയിൽ എത്തിയിരിക്കുന്നവർ, 545ലുള്ള എല്ലാവരും ഇന്ന് സഭ കൂടുമ്പോൾ വന്നിട്ടുണ്ടാകണമോ എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. 545 എന്ന് പറയുന്നത് ആകെയുള്ള നമ്പറാണ്. അതായത് സഭയിൽ എത്രയാണോ ടോട്ടൽ കപ്പാസിറ്റി അതാണ് 545. അതിന്റെ മെജോറിറ്റി വേണം നമുക്ക്. അത് കൂടാണ്ട് എന്താ വേണ്ടേ? അതായത് 2/3 ഓഫ് ദ മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. ഇന്ന് പ്രസന്റ് ആയിരിക്കുന്ന ആളുകൾ ചിലപ്പോൾ 300 പേരായിരിക്കും, അല്ലെങ്കിൽ 250 പേരായിരിക്കും സഭയിൽ. 545 പേരിൽ 250 പേരായിരിക്കും പ്രസന്റ് ആയിരിക്കുന്നത്. അതിൽ എത്ര വേണം? 2/3 മെജോറിറ്റി വേണം. എന്നാൽ മാത്രമേ എന്ത് പാസ്സാവുകയുള്ളൂ? ഈ ജഡ്ജസിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള റെക്കമെൻഡേഷൻ, ആർക്ക് റെക്കമെൻഡേഷൻ കൊടുക്കുന്നതാണ്? പ്രസിഡന്റിന്. അത് പാസ്സാവുകയുള്ളൂ. ഓക്കെ, ഇങ്ങനെ ഈ ഒരു ഹഡിൽസിലൂടെ അല്ലെങ്കിൽ ഇത്രയും കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊസീജിയറിലൂടെ പോയാൽ മാത്രമേ നമ്മൾക്ക് ഒരു ഹൈക്കോടതി ജഡ്ജിയെയോ ഒരു സുപ്രീം കോടതി ജഡ്ജിയെയോ റിമൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? അപ്പൊ എങ്ങനെയാണ് ഒരു റെസൊല്യൂഷൻ വരുന്നത്? റെസൊല്യൂഷൻ ലോകസഭയിലോ രാജ്യസഭയിലോ വരാം. ലോകസഭയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? 100 പേര് അതിനെ പിന്താങ്ങണം. ഞങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് 100 പേര് എഴുന്നേറ്റ് നിൽക്കണം. 100 പേര് പിന്താങ്ങണം. രാജ്യസഭയിലാണെങ്കിൽ അത് 50 പേര് പിന്താങ്ങിയാൽ മതി. പിന്താങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ പോകും? സ്പീക്കറിന്റെ അടുത്തേക്ക് പോകും, അല്ലെങ്കിൽ രാജ്യസഭ ചെയർമാന്റെ അടുത്തേക്ക് പോകും. ചെയർമാന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ചെയർമാൻ ഇത് അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കും. ചെയർമാൻ അക്സെപ്റ്റ് ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി ഒരു 3 മെമ്പർ എൻക്വയറി കമ്മിറ്റി, അവിടെ ചർച്ചയൊന്നുമില്ല, 3 മെമ്പർ എൻക്വയറി കമ്മിറ്റി, ചെയർമാൻ പറയും ഒരു 3 മെമ്പർ എൻക്വയറി കമ്മിറ്റി അങ്ങോട്ട് തുടങ്ങുക, ഇതിനെ കുറിച്ചിട്ട് പഠിക്കുക. അവർ വിലയിരുത്തിയിട്ട് റിപ്പോർട്ട് പാർലമെന്റിന് സമർപ്പിക്കും. ഓക്കെ, റിപ്പോർട്ട് പാർലമെന്റിന് സമർപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യാം? പാർലമെന്റ് ഇതിന്മേൽ ചർച്ച നടത്തും. ആ ചർച്ച എങ്ങനെയാണ്? വോട്ടിനിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര മെജോറിറ്റിയിൽ പാസ്സാകണം? സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാകണം. 2/3 ഓഫ് ദ പേഴ്സൺ പ്രസന്റ് ആൻഡ് വോട്ടിംഗ്, 2/3 ഓഫ് ദ പേഴ്സൺസ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്, ആൻഡ് ഒരു എഫക്റ്റീവ് മെജോറിറ്റി കൂടി. എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്മുടെ 545 ഒരു മെജോറിറ്റി കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇതാണ്
നമ്മളുടെ ജഡ്ജിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ 21-ാം തീയതി നമ്മളുടെ പാർലമെന്റ് സെഷൻ കൂടുകയാണ്. അപ്പോൾ അന്ന് നമ്മൾ ഈ ജഡ്ജസിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള യശ്വന്ത് ശർമ്മയെ റിമൂവ് ചെയ്യാനായിട്ടുള്ള യശ്വന്ത് വർമ്മയെ റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു തുടക്കം അവിടെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. സോ ഇദ്ദേഹം കോടതിയിൽ പോയത് എന്തിനാണ്? യശ്വന്ത് വർമ്മ കോടതിയിൽ പോയത് ഈ പ്രൊസീജിയറിലല്ല. കാരണം നമ്മളുടെ ചീഫ് ജസ്റ്റിസ് ഖന്നയാണ് ഒരു എൻക്വയറി കമ്മിറ്റിയെ വിളിച്ചു കൂട്ടിയത്. മനസ്സിലായോ? പാർലമെന്റ് നമ്മളുടെ സ്പീക്കർ പറഞ്ഞിട്ടല്ല ജസ്റ്റിസ് ഖന്ന ഒരു കമ്മിറ്റിയെ വിളിച്ചു കൂട്ടിയത്. ഇത് സുപ്രീം കോടതിയുടെ അണ്ടറിൽ വരുന്ന ഒരു കമ്മിറ്റിയാണ് ഇദ്ദേഹത്തെ കുറിച്ചിട്ട് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. സോ അത് കോൺസ്റ്റിറ്റ്യൂഷനെതിരാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ യശ്വന്ത് വർമ്മ എവിടെ പോയത്? കോടതിയിൽ പോയത്. അദ്ദേഹം കാശ് കൂട്ടിവെച്ചതിന് അദ്ദേഹം കോടതിയിലൊന്നും പോയില്ല. പക്ഷെ എന്നെ റിമൂവ് ചെയ്യുന്നതിന്റെ പ്രൊസീജിയർ കറക്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് കോടതിയിൽ പോയി. നല്ല മനുഷ്യൻ. ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ആർട്ടിക്കിൾ വരുന്നത്. സെക്കൻഡ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ആരവല്ലി റേഞ്ചസ്. ആരവല്ലി റേഞ്ചിലെ ഹരിയാന പാർട്ടിൽ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒരു ജംഗിൾ സഫാരിക്കുള്ള ഒരു പുറപ്പാട് ഹരിയാന ഗവൺമെന്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ ജംഗിൾ സഫാരിയെ കുറിച്ചിട്ടല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ എന്തിനെ കുറിച്ച് നോക്കണ്ടേ? ആരവല്ലി മലനിരകളെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. ആരവല്ലി റേഞ്ചസിനെ കുറിച്ചിട്ടാണ് നമുക്ക് നോക്കേണ്ടത്. എന്താണ് ആരവല്ലി റേഞ്ചസ്, അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതെല്ലാം ബ്രീഫായിട്ട് നമുക്ക് നോക്കിപ്പോകാം. സോ ഈ ഫസ്റ്റ് മാപ്പിലേക്ക് നിങ്ങൾ നോക്കിയേ, ആരവല്ലി റേഞ്ചിന്റെ സ്ഥലം നമ്മൾക്ക് കൃത്യമാക്കിയിട്ട് പോകണം. എവിടെയാണ് അതിന്റെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ? സോ ഇന്ത്യയുടെ വേസ്റ്റ് പാർട്ടില്, അതായത് രാജസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന മലനിരകളാണ് ആരവല്ലി മലനിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മലനിരകളിൽ ഒന്നാണ് ഈ ആരവല്ലി മലനിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എവിടെയാണ് സ്ഥലം? നിങ്ങൾ നോക്കി, ഞാനിവിടെ അടയാളപ്പെടുത്തി ഈ മാപ്പില് രാജസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന, നമുക്ക് എല്ലാവർക്കും അറിയാം രാജസ്ഥാനാണ് ഈ സൈഡിൽ കിടക്കുന്നതെന്ന്. ബാക്കി ഏരിയകളൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഗുജറാത്തിലേക്ക് പോകുന്നുണ്ടോ, ഡൽഹിയിലേക്ക് പോകുന്നുണ്ടോ, ഇങ്ങനെയുള്ള ചില സംശയങ്ങളുണ്ട്. പക്ഷെ ഉറപ്പിച്ചു വെക്കാനായിട്ട് ഏതാ ഉറപ്പ്? രാജസ്ഥാൻ ഉണ്ട്. രാജസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന മലനിരകളാണ് ആരവല്ലി മലനിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇറ്റ്സ് എ ഫോൾഡ് മൗണ്ടെയിൻ. ഫോൾഡ് മൗണ്ടെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മടക്ക് പർവ്വതം. മടക്ക് പർവ്വതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മളുടെ എർത്ത് ക്വേക്കിനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. തമ്മിൽ കൂട്ടിയിടിക്കും, പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കും. അതിനെ എന്ത് പറയും? കൺവേർജൻസ് എന്ന് പറയും. ഓക്കെ, പ്ലേറ്റുകൾ അകന്നു പോകുമ്പോൾ എന്താ പറയുന്നത്? എർത്ത് ക്വേക്കിന്റെ നമ്മളുടെ താഴെയുള്ള പ്ലേറ്റുകൾ അകന്നു പോകുമ്പോൾ എന്താ പറയുക? അതിനെ ഡൈവേർജൻസ് എന്ന് പറയും. സോ ഇങ്ങനെ കൺവേർജൻസ് പ്രൊസീജിയർ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ടെക്ടോണിക് പ്ലേറ്റുകൾ അടുത്ത് വരുമ്പോൾ സംഭവിക്കുന്ന ഫോൾഡബിലിറ്റി, അല്ലെങ്കിൽ സംഭവിക്കുന്ന ഈ അടുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന മലനിരകളെയാണ്, കൺവേർജൻസിന്റെ ടൈമിൽ ക്രിയേറ്റ് ചെയ്യുന്ന മലനിരകളെയാണ് എന്ത് പറയുന്നത്? ഫോൾഡ് മൗണ്ടെയിൻസ് എന്ന് പറയുന്നത്. സോ ഇതൊരു എൻഡോജനിക് പ്രോസസ്സാണ്, അതായത് ഭൂമിയുടെ അകത്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. സോ അടുക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ഫോൾഡ് മൗണ്ടെയിൻ. അകലുമ്പോഴോ? അകലുമ്പോൾ എന്താ ക്രിയേറ്റ് ചെയ്യുക? ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും. സോ അകലുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഫോൾട്ടുകളാണ് ക്രിയേറ്റ് ചെയ്യുക, അതായത് ഗർത്തങ്ങളാണ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, സോ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ് ഫോൾഡ് മൗണ്ടെയിൻ എന്താണ്, ദെൻ ഫോൾട്ട് മൗണ്ടെയിൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ ഇതൊരു ഫോൾഡ് മൗണ്ടെയിൻ ആണ്. ഫോൾഡ് മൗണ്ടെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ വരണ്ടേ? കൺവേർജൻസ്, അടുക്കുമ്പോൾ ക്രിയേറ്റ് ചെയ്തതാണ്. ദെൻ വേറൊരു എക്സാമ്പിൾ ചോദിക്കട്ടെ. ഹിമാലയൻ ഫോൾഡ് മൗണ്ടെയിൻ ആണോ, നമ്മളുടെ ഫോൾഡ് മൗണ്ടെയിൻ ആണോ, അല്ലെങ്കിൽ ഫോൾട്ട് മൗണ്ടെയിൻ ആണോ, അല്ലെങ്കിൽ കൺവേർജൻസിന്റെ ടൈമിൽ ഉണ്ടായതാണോ, അല്ലെങ്കിൽ റിലീസിന്റെ ടൈമിൽ, അല്ലെങ്കിൽ ഡൈവേർജൻസിന്റെ സമയത്ത് ഉണ്ടായിരുന്നതാണോ? എക്സാക്ട്ലി, സംശയമൊന്നും വേണ്ട. കൺവേർജൻസിന്റെ ടൈമിൽ ഉണ്ടായ ഒരു ഫോൾഡ് മൗണ്ടെയിൻ ആണ് നമ്മളുടെ ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഏതൊക്കെ പ്ലേറ്റുകൾ? ഇന്ത്യൻ പ്ലേറ്റും ഇൻഡോ ഓസ്ട്രേലിയ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും തമ്മിൽ കൂട്ടിയിടിച്ചു. ഞാൻ ഇന്നലെ എർത്ത് വേക്കിന്റെ കാര്യം പറഞ്ഞു, ഇന്നലെ അല്ല മിനിയാന്നത്തെ ക്ലാസ്സിൽ എർത്ത് വേക്കിന്റെ കാര്യം പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ? അവിടെ 2 പ്ലേറ്റുകൾ കൂടി ഇടിക്കുന്ന സ്ഥലത്ത് എർത്ത് വേക്കിനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഹിമാലയൻ റീജിയനിൽ അതിന് പ്രത്യേക ഒരു പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പേര്? എന്താ പേര് ഓർത്തെ പെട്ടെന്ന്? ട്രാൻസ് യുറേഷ്യൻ ഏരിയ, അല്ലെങ്കിൽ ട്രാൻസ് യുറേഷ്യൻ ബെൽറ്റ് എന്നാ ഞാൻ പറഞ്ഞേ. ട്രാൻസ് യുറേഷ്യൻ ബെൽറ്റ്. ആ ട്രാൻസ് യുറേഷ്യൻ ബെൽറ്റിൽ പെടുന്ന ഒരു സ്ഥലം എവിടെയാണ്? ഹിമാലയൻ ആണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഹിമാലയത്തിൽ എന്ത് വരുന്നേ? എർത്ത് ക്വേക്കുകൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നേ എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഫോൾഡ് മൗണ്ടെയിൻ ആണ്. ഹിമാലയൻ മൗണ്ടെയിൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾഡ് മൗണ്ടെയിൻ ആണ്. എങ്ങനെയാണ് കണക്ഷൻ ചെയ്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്? ഓക്കെ, സോ നമുക്ക് ആരവല്ലി റേഞ്ചസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആ ഒരു ഡിസ്കഷനിലേക്ക് മടങ്ങി വരാം. ആരവല്ലി റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോൾഡ് മൗണ്ടെയിൻ ആണ്. ദെൻ
ഏതൊക്കെ സ്ഥലങ്ങളിലൂടെ ആരവല്ലി റേഞ്ചസ് കടന്നു പോകുന്നുണ്ട്? ഏതൊക്കെ സ്ഥലങ്ങളിലൂടെ ആരവല്ലി റേഞ്ചസ് കടന്നു പോകുന്നുണ്ട്? എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്? ഹരിയാനയിലൂടെ പോകുന്നുണ്ടോ? പഞ്ചാബിലൂടെ പോകുന്നുണ്ടോ? ദെൻ ഗുജറാത്തിലൂടെ പോകുന്നുണ്ടോ? ഈ 3 സംസ്ഥാനങ്ങളിലൂടെയും ആരവല്ലി റേഞ്ചസ് കടന്നു പോകുന്നുണ്ട്. ഡൽഹിയിലൂടെ പോകുന്നുണ്ട്. ഡൽഹിയിലൂടെ പോകുന്നുണ്ടെങ്കിൽ എന്താണ് പറയാ? ഹരിയാനയിലൂടെ പോകുന്നുണ്ട്. ഹരിയാന സംസ്ഥാനത്തിലെ ഒരു സ്ഥലമാണല്ലോ ഡൽഹി. ഹരിയാനയിലൂടെ പോകുന്നുണ്ട്. ദെൻ ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം രാജസ്ഥാനിലൂടെ പോകുന്നുണ്ട്. ഗുജറാത്തിലേക്ക് പോകുന്നുണ്ടോ? ഗുജറാത്തിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് സംശയമായി, ഗുജറാത്തിൽ ഇനി എത്തിയിട്ടുണ്ടോ? അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, ഇവിടെ എത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ട. ഗുജറാത്തിലൂടെ പോകുന്നുണ്ട്. സോ ഈ ഡൽഹി മേഖലയിലുള്ള അല്ലെങ്കിൽ ഹരിയാന മേഖലയിലുള്ള ഈ ആരവല്ലി റേഞ്ചസ് വിട്ട് കിടക്കുന്ന റേഞ്ചസുകളാണ്. സോ അതിനെ പറയുന്ന പേര് ഡൽഹി റിഡ്ജസ് എന്നാണ്. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഡൽഹി റിഡ്ജസ്. ദെൻ നമ്മളുടെ രാജസ്ഥാനിലാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട്, അതും വിട്ട് കിടക്കുകയാണെങ്കിലും പഴക്കം ചെന്ന മലനിരകളാണെങ്കിലും അത് കുറച്ചും കൂടി പ്രൊമിനന്റ് ആയിട്ട് കാണുന്നത് നമ്മളുടെ രാജസ്ഥാൻ മേഖലയിലാണ്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ എക്സ്റ്റൻഷൻ എവിടെ വരെ പോകുന്നുണ്ട്? ഗുജറാത്ത് വരെ പോകുന്നുണ്ട്. എവിടെ വരെ പോകുന്നുണ്ട്? ഗുജറാത്ത് വരെ പോകുന്നുണ്ട്. സോ സംശയമൊന്നും വേണ്ട, ഗുജറാത്തിൽ എത്തുന്നുണ്ട്. തുടർന്ന് എവിടേക്ക് പോകുന്നുണ്ട്? നമ്മളുടെ ഡൽഹി റിഡ്ജസ് വരെ, ഹരിയാന വരെ ഇത് നീണ്ടു നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെയുള്ള മേജർ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് നമ്മളുടെ K3 മൈൻസ്, രാജസ്ഥാനിലെ അടുത്തുള്ള K3 മൈൻസ് ഇതിന്റെ കീഴിലൊക്കെ തന്നെയാണ്. ദെൻ ഗുരു ശിഖർ പീക്ക്, മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഗുരു ശിഖർ പീക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? ആരവല്ലി മലനിരയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞ് പണ്ട് PSC ഒക്കെ ഒരുപാട് ചോദിക്കുമായിരുന്ന ഒരു ചോദ്യമായിരുന്നു ഗുരു ശിഖർ പീക്ക്. ദെൻ മൗണ്ട് അബു, ഒരു വിനോദ കേന്ദ്രമായിട്ടുള്ള മൗണ്ട് അബു എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ നമ്മളുടെ ആരവല്ലി റേഞ്ചസിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഒരു ജൈനിസ്റ്റ് ക്ഷേത്രം കൂടിയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. സോ ഇതൊക്കെയാണ് നമ്മളുടെ ആരവല്ലി റേഞ്ചസുമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. തന്നെ ഇതുമായി ബന്ധപ്പെട്ട് 3 നദികൾ കൂടിയിട്ട് ആരവല്ലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട്, ആരവല്ലിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഒന്നാമത്തെ റിവർ ഏതാണ്? ബനസ് റിവർ അല്ലെങ്കിൽ ഭനസ് റിവർ. ദെൻ സഹീബി റിവർ. ദെൻ ലൂണി റിവർ. സോ ലൂണി റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ K3 മൈൻസ് അല്ല, നമ്മളുടെ ഗുജറാത്ത് റീജിയനിലേക്ക് വരുന്ന ഒരു റിവറാണ്. നമ്മളുടെ റാൺ ഓഫ് കച്ച് റീജിയനിലേക്കൊക്കെ വരുന്ന ഒരു റിവറാണ് ഈ ലൂണി റിവർ. സോ ബനസ് റിവർ എന്ന് പറഞ്ഞിട്ട്, സഹീബി റിവർ എന്ന് പറഞ്ഞിട്ട്, ദെൻ ലൂണി റിവർ എന്ന് പറഞ്ഞ 3 റിവറുകൾ ഇവിടെ നിന്ന് ഒഴുകുന്നുണ്ട്. ഓക്കെ, ദെൻ പറഞ്ഞതുപോലെ തന്നെ കോപ്പർ, K3 മൈൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, K3 എന്ന് പറയുന്നത് അറിയാൻ പാടില്ലാത്തവർക്ക് പറയാം, K3 എന്ന് പറയുന്നത് രാജസ്ഥാനിലെ ഒരു മൈൻ ആണ്. അവിടെ നിന്നാണ് നമ്മളുടെ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ സമയത്തൊക്കെ എന്ത് കൊടുത്തേ? നമ്മൾ കോപ്പർ ഉൽപ്പാദിപ്പിച്ചിട്ട് കൊടുത്തേ, ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കോപ്പറുകൾ ഉൽപ്പാദിപ്പിച്ച് കൊടുത്തത് എവിടെയാണ്? ഈ K3 മൈൻസിൽ നിന്നാണ്. സോ K3 എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ എന്ത് വരണം? കോപ്പർ എന്നുള്ള ഒരു കാര്യം വരണം. സോ ഈ കോപ്പർ ഒക്കെ അധികമായിട്ട് ഉൽപ്പാദിക്കുന്ന മിനറൽ വെൽത്തുകൾ അവിടെയുണ്ട്. കോപ്പർ, സിങ്ക് ആൻഡ് ലെഡ്. ദെൻ ഓഫ് കോഴ്സ് ഫോൾഡ് മൗണ്ടെയിൻ ആണ്. അപ്പൊ മാർബിൾ എന്തായാലും അവിടെ ഉണ്ടാകും. ഓക്കെ, ദെൻ എക്കോളജിക്കൽ റിലേറ്റഡ് ആണെങ്കിൽ ഒരുപാട് ഫ്ലോറ ആൻഡ് ഫൂണ ഒരുങ്ങുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോ അതൊരു തകർച്ചയുടെ വക്കിലാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും പ്രായം ചെന്ന മലനിരകളിൽ ഒന്നാണ് ഈ ആരവല്ലി ഹിൽ റേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അവിടെ എക്സ്റ്റെൻസീവ് ആയിട്ട് അല്ലെങ്കിൽ മാസീവ് ആയിട്ട് എന്ത് സംഭവിക്കുകയാണ്? മൈനിങ് നടക്കുകയാണ്, പാറ പൊടിക്കുകയാണ്, മാർബിൾ കവർന്നെടുക്കുകയാണ്, ഇതെല്ലാം പോച്ചിങ് നടക്കുകയാണ്. അങ്ങനെ ഒരുപാട് പരിപാടികൾ കാരണം ഇതിന്റെ ഒരു ആകെ എക്കോളജിക്കൽ ഡിസ്ട്രക്ഷൻ അവിടെ സംഭവിക്കുകയാണ്. അങ്ങനെ ഒരു കാര്യം കൂടി ഈ ആരവല്ലി മലനിരകൾക്ക് ഉണ്ട്. ഓക്കെ, അത് പഴയ മലനിരകളാണ്, കാലം പഴക്കത്തിൽ അത് ഇറോഡായി പോകുന്നുണ്ട് അല്ലെങ്കിൽ ഡിപ്രീഷിയേറ്റ് ആയി പോകുന്നുണ്ട്. അത് മാത്രമല്ല എക്സ്റ്റെൻസീവ് മൈനിങ് കൂടിയിട്ട് അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? അതിന്റെ ജിയോഗ്രഫിക്കൽ പൊസിഷൻ, ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു സംശയം ചോദിക്കട്ടെ. എൻ്റെ ഒരു സംശയമാണ്, നിങ്ങൾ ആൻസറുകൾ കണ്ടുപിടിക്കേണ്ട ഒരു സംശയമാണ്. ആരവല്ലി റേഞ്ചസ് പഞ്ചാബിലൂടെ കടന്നു പോകുന്നുണ്ടോ ഇല്ലയോ? ആരവല്ലി റേഞ്ചസ് പഞ്ചാബിലൂടെ കടന്നു പോകുന്നുണ്ടോ ഇല്ലയോ? ആരവല്ലി റേഞ്ചസ് ഞാൻ 3 പറഞ്ഞു. ഏതൊക്കെയാ പറഞ്ഞേ? ഡൽഹി പോകുന്നുണ്ട്, അതായത് ഹരിയാന പോകുന്നുണ്ട്, രാജസ്ഥാൻ പോകുന്നുണ്ട്, ഗുജറാത്ത് പോകുന്നുണ്ട്. പഞ്ചാബ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുക. ഇന്നത്തേക്കുള്ള ഒരു ടാസ്ക് ആയിട്ട് അത് കണ്ടുപിടിക്കുക. ഓക്കെ, ദെൻ വേറെ എന്തെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല, നോക്കും എല്ലാ കാര്യങ്ങളും. റിവർ സിസ്റ്റത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു, ബാനസിനെ കുറിച്ച് പറഞ്ഞു, സഹീബി റിവറിനെ കുറിച്ച് പറഞ്ഞു, ലുനിയെ കുറിച്ചിട്ട് പറഞ്ഞു. ഓക്കെ, ദെൻ
നമുക്ക് മൂന്നാമത്തെ ആർട്ടിക്കിളിലേക്ക് പോകാം. മൂന്നാമത്തെ ആർട്ടിക്കിൾ ക്രൗഡ് മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ സ്റ്റാമ്പേഡുകളെ കുറിച്ചിട്ടാണ്. എന്തിന്റെ ബേസിസിലാണ് ഈ ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്? നമ്മുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആദ്യമായിട്ട് കിരീടം നേടിയതിനു ശേഷം അവര് വലിയൊരു ആഹ്ലാദ പ്രകടനം അല്ലെങ്കിൽ വിജയ ദിവസമായിട്ട് ഒരു ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് അവിടേക്ക് ഒഴുകി വന്ന കർണാടകക്കാരിൽ ഒരുപാട് പേര്, എത്ര പേരാണ് മരിച്ചത്? 11 പേര് മരിക്കുകയും 71 പേര് ഇഞ്ചേർഡ് ആവുകയും ചെയ്തു. സോ അത്രയും തിരക്കിലേക്ക് ആളുകൾ വരികയാണ്. സോ അവിടെ ഒരു മാസീവ് സ്റ്റാമ്പേഡ് നടക്കുകയാണ്. 11 പേരുടെ മരണത്തിനിടയാക്കിയ മാസീവ് സ്റ്റാമ്പേഡ് അവിടെ നടക്കുകയാണ്. സോ ഇതിന്റെ ബേസിസിൽ നമുക്ക് ഈ സ്റ്റാമ്പേഡുകളെ ഇവിടെ എഡിറ്റോറിയൽ വ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി, ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? കർണാടക ചീഫ് മിനിസ്റ്റർ പറഞ്ഞത് സ്റ്റാമ്പേഡുകൾ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ടല്ലോ എന്നാണ്. എന്നിട്ട് അദ്ദേഹം ആരെ ബ്ലെയിം ചെയ്തു? നമ്മളെ പോലീസ് സിസ്റ്റത്തെ ബ്ലെയിം ചെയ്തു. പോലീസ് കൃത്യമായിട്ട് ഓർഡർ പറഞ്ഞതാണ് ഇന്ന ദിവസത്തില് അവിടെ ഒരു വിജയാഘോഷ പരിപാടി നടത്തരുത് എന്ന് പറയുകയാണ് ചെയ്തത്. എന്നാൽ പൊളിറ്റിക്കൽ റീസൺസ് കൊണ്ടും പല റീസൺസ് കൊണ്ടും ആ പരിപാടി അവിടെ തന്നെ സംഘടിപ്പിച്ചു. അത് 11 പേരുടെ ജീവഹാനിക്ക് കാരണമായി. ഓക്കെ, ഇതിന്റെ ബേസിസിൽ ഇന്ത്യയുടെ സ്റ്റാമ്പേഡ് പോളിസി എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് പ്രത്യേകമായിട്ട് ക്രൗഡ് മാനേജ്മെന്റിന് എന്തെങ്കിലും സിസ്റ്റം ഉണ്ടോ എന്ന് നോക്കുകയാണ് നമ്മളുടെ ഈ ഒരു ഡിസ്കഷനിലൂടെ. അപ്പോൾ സ്റ്റാമ്പേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ലാർജ് ക്രൗഡ് വരികയാണ്. ഫോർ എക്സാമ്പിൾ കുംഭമേള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ലാർജ് ക്രൗഡ് കൂടുകയും അതിന്റെ ഇടയിൽ തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾക്ക് ഇഞ്ചുറി സംഭവിക്കുക, മരിക്കുക ചെയ്യുന്നതിനെയാണ് ഈ സ്റ്റാമ്പേഡ് എന്ന് പറയുന്നത്. സോ ഡിഫറെന്റ് സ്റ്റാമ്പേഡുകൾ ഉണ്ട്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് സ്റ്റാമ്പേഡുകൾ വരാം? ഡിഫറെന്റ് ഫാക്ടേഴ്സ് കൊണ്ടുവരാം. ഒന്ന് ലൈക്ക് ഹ്യൂമൻ ഫാക്ടേഴ്സ് കൊണ്ടുവരാം. ഹ്യൂമൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നു, അവരുടെ ഇടയിൽ പാനിക്കുകൾ ഉണ്ടാകുക, അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റുകൾ ഉണ്ടാകുക, ഇംപേഷ്യൻസ് ഉണ്ടാകുക, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഹ്യൂമൻ ഫാക്ടേഴ്സ് കൊണ്ടുണ്ടാകാം. ദെൻ ഇൻഫ്രാസ്ട്രക്ചറുകൾ കൃത്യമായിട്ടില്ലെങ്കിൽ സ്റ്റാമ്പേഡുകൾ സംഭവിക്കാം. അതായത് 100 പേർക്ക് ഇരിക്കാനായിട്ടുള്ള ഒരു സ്റ്റേഡിയം അല്ലെങ്കിൽ 5000 പേർക്ക് ഇരിക്കാനായിട്ടുള്ള സൗകര്യം അവിടെ കൃത്യമായിട്ട് ഓരോരുത്തർക്കും ഇരിക്കാനായിട്ടും, ദെൻ ഒരു ഫയർ സംഭവിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി, രക്ഷപ്പെടുവാനായിട്ടുള്ള വാതിലുകൾ, സ്റ്റെയർ കേഴ്സുകൾ, തീ അണയ്ക്കാനായിട്ടുള്ള മെക്കാനിസം, അങ്ങനെ ഒന്നും ഇല്ലാതെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് ഇൻഫ്രാസ്ട്രക്ചർ ഫെയിലിയർ ആണ്. അതുകൊണ്ട് എന്തുണ്ടാകും? അതുകൊണ്ട് സ്റ്റാമ്പേഡുകൾ ഉണ്ടാകും. സോ പെട്ടെന്നൊരു തീ പിടിച്ചു, പുറത്തേക്ക് പോകാനായിട്ട് എല്ലാവരും പാനിക്കായിട്ട് പുറത്തേക്ക് ഓടുകയാണ്. ആ ഒരു തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ മരിക്കാം. ദെൻ നമ്മളുടെ അടുത്തൊരു എക്സാമ്പിൾ ഉണ്ട്. നമ്മളുടെ കുസാറ്റ് യൂണിവേഴ്സിറ്റിയിലാണെന്ന് തോന്നുന്നു, കുറച്ച് നാളുകൾക്ക് മുൻപ്, അതായത് 1 വർഷം മുൻപെന്തോ ആണ്, അവിടെ ഒരു സംഗീത പരിപാടിക്കിടയിൽ കുറച്ച് കുട്ടികൾ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് അവർ തെന്നി വീണു. ബാക്കിയുള്ളവരുടെ ദേഹത്തേക്ക് തെന്നി വീഴുകയും അതൊരു റിപ്പിൾ എഫക്റ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് എല്ലാവരും വീണിട്ട് അതിൽ പെട്ടിട്ട് ഒരു കുട്ടി എന്തോ മരിച്ചു, 1-2 കുട്ടികളാണ് മരിച്ചത്. അങ്ങനെ അവിടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെയിലിയർ ആണ്. അന്വേഷിച്ചു വന്നപ്പോൾ എന്താ പ്രശ്നം? ആ ഒരു ഇൻഡോർ ഓഡിറ്റോറിയത്തില് ഇത്രയും വലിയ ആളുകളെ കയറ്റാനായിട്ട് പറ്റില്ല, എന്നിട്ടാണ് അവർ അവിടെ പരിപാടി നടത്തിയത് എന്നുള്ളൊരു റിപ്പോർട്ട് വന്നു. സോ അതൊരു ഇൻഫ്രാസ്ട്രക്ചർ ഫെയിലിയർ ആയിരുന്നു. ദെൻ ഓർഗനൈസേഷണൽ ഫെയിലിയർ. ഓർഗനൈസേഷണൽ ഫെയിലിയറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ഏതാണ്? കർണാടക ഗവൺമെന്റിന്റെ ഈ ഒരു സ്റ്റാമ്പേഡ്, അല്ലെങ്കിൽ കർണാടകയിൽ ഈ അടുത്ത് നടന്ന ഒരു സ്റ്റാമ്പേഡ്. സോ ഇങ്ങനെയുള്ള രീതിയിൽ സ്റ്റാമ്പേഡുകൾ വരാം. ഇനി ഇതിനു വേണ്ടിയിട്ടുള്ള നമ്മളുടെ ലീഗൽ ഫ്രെയിം വർക്കുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സോ ലീഗൽ ഫ്രെയിം വർക്ക് ഇന്ത്യയിലെ സ്റ്റാമ്പേഡിനെതിരെ, അതായത് ഒരു ആൾക്കൂട്ടം സ്റ്റാമ്പേഡ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റാമ്പേഡ് സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കെതിരെങ്കിലും കേസ് എടുക്കും? ആർക്കാണ് കേസ് എടുക്കുക? അങ്ങനെ ഒരു കോടതിയിൽ ഈ ഒരു പ്രശ്നം വന്നു. എന്നാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1985-ലോ 90 കാലഘട്ടങ്ങളിലോ ആണ് ഇങ്ങനെ ഒരു പ്രശ്നം കോടതിയുടെ മുൻപിലേക്ക് വന്നത്. സോ കോടതി കൃത്യമായിട്ട് പറഞ്ഞു സ്റ്റാമ്പേഡുകൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്, അല്ലെങ്കിൽ ആരെങ്കിലും ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. എന്താണോ പ്രശ്നം അതിനനുസരിച്ച് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. ഫോർ എക്സാമ്പിൾ ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാകാം, അല്ലെങ്കിൽ ആ പരിപാടി ഓർഗനൈസ് ചെയ്ത ആളുകളുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാകാം. സോ ഇതിന്റെ എല്ലാം ബേസിസിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണമെന്ന് ആര് പറഞ്ഞു? നമ്മളുടെ സുപ്രീം കോടതി പറയുന്ന ഒരു കേസ് ലോ ഉണ്ടായിട്ടുണ്ട്. 1985-90 പീരീഡിലാണ്. ഇതിനെ കേസ് ലോയുടെ പേര് പ്രത്യേകമായിട്ട് ഓർക്കുന്നില്ല, പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറയാം. സോ നമ്മൾ ലീഗൽ ഫ്രെയിം വർക്കിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ലീഗൽ ഫ്രെയിം വർക്കിൽ
വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാരതീയ ന്യായ സംഹിതയിലും ഇന്ത്യൻ പീനിയൽ കോഡിലും IPC-യിലും എന്തിനെ കുറിച്ച് പറയുന്നുണ്ട്? സ്റ്റാമ്പേഡിനെ കുറിച്ചിട്ട്. സ്റ്റാമ്പേഡിനെ കുറിച്ചിട്ടല്ല പർട്ടിക്കുലർലി പറയുന്നത്, അല്ലെങ്കിൽ ഡെത്ത് ബൈ നെഗ്ലിജൻസ് കാരണം ഉണ്ടാകുന്ന മരണങ്ങളെ കുറിച്ചിട്ട് കൃത്യമായിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിതയിൽ സെക്ഷൻ 106 പ്രകാരവും ഇന്ത്യൻ പീനിയൽ കോഡില് സെക്ഷൻ 304A പ്രകാരവും ഡെത്ത് ബൈ നെഗ്ലിജൻസ് എന്താണ് പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യമാണ്, കുറ്റപരമായ കൃത്യമാണ് ഈ ഡെത്ത് ബൈ നെഗ്ലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന് ഈ ഡിസാസ്റ്റർ തടയാനായിട്ടുള്ളത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ആണല്ലോ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ആണ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആണ്. ഇവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സ്റ്റാമ്പേഡ് പോലെയുള്ള കാര്യങ്ങൾ, ക്രൗഡ് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്ത് വേണം? പല നിർദ്ദേശങ്ങളും ഇവരും 2005 കാലഘട്ടങ്ങളിൽ മുതൽ നൽകിയിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ് പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട്. അതായത് ഒരു പൊതുപരിപാടി നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്റ്റാമ്പേഡ് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം? ലയബിലിറ്റി ആർക്കാണ്? അത് നടത്തിയവർക്കാണ്. ദ ഓർഗനൈസേഴ്സ് ടു ഹാവ് സഫിഷ്യന്റ് ഇൻഷുറൻസ് കവർ ഫോർ പബ്ലിക് ഈവന്റ് ടു കോമ്പൻസേറ്റ് വിക്ടിംസ് ഇൻ ദ കേസ് ഓഫ് ആക്സിഡന്റുകൾ നടക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മളുടെ കൊച്ചിയിലെ തൃക്കാക്കരയുടെ MLA ആയിരുന്ന നമ്മളുടെ MLA പേര് ഞാൻ മറന്നുപോയി, പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വരുന്നില്ല. MLA നമ്മളുടെ ഈ കലൂർ സ്റ്റേഡിയത്തിൽ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ മെഗാ ഭരതനാട്യ പ്രക്രിയ എന്തോ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റേജിന്റെ മുകളിൽ നിന്ന് വീഴുകയാണ്. കൃത്യമായിട്ട് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫെസിലിറ്റിയോ അങ്ങനെ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു റിബൺ വെച്ചിട്ട് 10-12 അടിയുള്ള ഹൈറ്റ് ഉള്ള ഒരു സ്ഥലം കെട്ടിവെച്ചിരിക്കുകയാണ്, ഒരു റിബൺ വെച്ചിട്ട്. ആലോചിച്ച് നോക്കി അവരുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കേപ്പബിലിറ്റി. സോ അന്ന് ആര് ലൈബിളായി? ആ പരിപാടി നടത്തിയ ആള് ലൈബിളായി. ഏത് ആക്ട് പ്രകാരമാണെന്ന് ലൈബിളായത്? പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് പ്രകാരമാണ് അവര് ലൈബിളായത്. ദെൻ IPC-യും BNS ഒക്കെ പ്രകാരം അവർക്ക് കേസുകൾ വന്നിട്ടുണ്ട്, ഇല്ലാന്നല്ല. സോ അവരുടെ ലൈബിലിറ്റി ഏത് ആക്ടിലാണ് ഇൻഷുർ ചെയ്യുന്നത്? പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് വഴിയാണ്. സോ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഓർഗനൈസേഴ്സ് അതിന്റെ ആക്സിഡന്റ് കവർ ചെയ്യാനായിട്ടുള്ള ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഏത് ആക്ട്? പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട്. ഓക്കെ, സോ നമ്മൾ ലീഗൽ ഫ്രെയിം വർക്കാ പറഞ്ഞേ. നമ്മൾ എന്താ പറഞ്ഞു തുടങ്ങി? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ ഒരു സ്റ്റാമ്പേഡ് ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഓവർ ക്രൗഡ് കാരണം ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള ആൾക്കൂട്ട ആക്രമണങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. നമ്മൾ ഹ്യൂമൻ ഫാക്ടേഴ്സ് പറഞ്ഞു, ഇൻഫ്രാസ്ട്രക്ചർ ഫാക്ടേഴ്സ് പറഞ്ഞു, ദെൻ ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് പറഞ്ഞു. ദെൻ ലീഗൽ ഫ്രെയിം വർക്ക് നമ്മൾ നോക്കി. ലീഗൽ ഫ്രെയിം വർക്കിൽ എന്താ കണ്ടേ? നമ്മൾ പറഞ്ഞു ഭാരതീയ ന്യായ സംഹിതയിലും IPC-യിലും ഡെത്ത് ബൈ നെഗ്ലിജൻസ്, അശ്രദ്ധ മൂലമുണ്ടാകുന്ന മരണത്തെ കുറിച്ചിട്ടുള്ളത് കുറ്റകൃത്യമാണെന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സ്റ്റാമ്പേഡ് അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തുമ്പോൾ, അല്ലെങ്കിൽ ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പയർനെസ് മെഷേഴ്സിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള എന്ത് കൊടുത്തിട്ടുണ്ട്? ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അടുത്ത ആക്ട് ആണ് ഏത്? പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് 1991. സോ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇൻഷുറൻസ് കവർഡ് ആയിരിക്കണം എന്ന് ഉറപ്പുവരുത്തണം. ദെൻ ഈ ഒരു മേഖലയിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു നിയമമില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു പോളിസി ഇല്ല എന്ന് ഞാൻ എത്ര നേരം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ സിസ്റ്റത്തെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഭാരതീയ ന്യായ സംഹിതയും ഡിസാസ്റ്റർ മാനേജ്മെന്റും പബ്ലിക് ലൈഫ് ഇൻഷുറൻസ് ആക്ട് ഒക്കെ എടുത്ത് ഫ്രണ്ടിലോട്ട് വെച്ചത്. നമുക്ക് ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റാമ്പേഡ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാണ് കുറ്റക്കാരൻ? ഇന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് സ്റ്റാമ്പേഡ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ആക്ട് ഉണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു ആക്ട് ഉണ്ടോ? ഇല്ല. എങ്ങനെയൊക്കെ സ്റ്റാമ്പേഡ് തടയേണ്ട ഒരു രീതിയെ കുറിച്ചിട്ട് ഏതെങ്കിലും ഒരു ആക്ട് ഉണ്ടോ? ഇല്ല. സോ നമുക്ക് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ ഇതിനെ സംബന്ധിക്കുന്ന ഒരു ആക്ടോ ഗൈഡ് ലൈനോ ഇല്ല. മനസ്സിലായോ? പകരം എന്താണ് നമുക്കുള്ളത്? ഓരോ അപകടങ്ങൾ നടക്കുമ്പോഴും സുപ്രീം കോടതികൾ, ഹൈക്കോടതികൾ ഇതിനെതിരെ ഇടപെടും. സ്റ്റാമ്പേഡുകൾ നടക്കുമ്പോൾ ആ ജഡ്ജ്മെന്റുകളാണ് നമ്മളുടെ ഫർദർ റെഫറൻസുകളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ സ്റ്റാമ്പേഡുകളെ കുറിച്ചിട്ട് ഒരു മെയിൻസ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും? ഫസ്റ്റ് നമ്മൾ സ്റ്റാമ്പേഡുകൾ എന്താണെന്ന് പറഞ്ഞു. ദെൻ സ്റ്റാമ്പേഡിന് വേണ്ടിയിട്ട് ഇന്ത്യൻ നിലവിലുള്ള നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ നമ്മൾ എഴുതി. ഓക്കെ, ദെൻ കോടതിയുടെ ഇന്റർവെൻഷനുകൾ എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. കോടതിയുടെ ഇന്റർവെൻഷനുകൾ 2000 കോടതി ഗംഭീരമായിട്ടുള്ളൊരു വിധി പുറപ്പെടുവിച്ചു, അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ പുറപ്പെടുവിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? റിലീജിയസ് ഗ്യാതറിങ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ
ഈസി റിലീജിയസ് ഗ്യാതറിങ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വിധിയായിരുന്നു ഈ രണ്ടായിരത്തിലെ സുപ്രീം കോടതി ഡയറക്റ്റീവ്. അവിടെ എന്താ പറഞ്ഞേ, ഈ റിലീജിയസ് ഗ്യാതറിങ്സ് കൂടുമ്പോൾ അല്ലെങ്കിൽ റിലീജിയസ് പേഴ്സൺസ് അല്ലെങ്കിൽ റിലീജിയസ് സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അവിടെ മാൻഡേറ്റ് ചെയ്യേണ്ട ക്രൗഡ് കൺട്രോളുകൾ, ദെൻ എങ്ങനെയാണ് അവരുടെ പ്രൊസീജിയേഴ്സ് പോകേണ്ടത് എന്നെല്ലാം ഡയറക്റ്റ് ചെയ്യുന്ന ഒരു വിധിയായിരുന്നു അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ ആയിരുന്നു 2000 സുപ്രീം കോടതിയുടെ ഡയറക്റ്റീവ്. ദെൻ അതിനുശേഷം പല അപകടങ്ങളും നടന്നു. 2013 നമുക്ക് കുംഭമേളയിൽ കുറച്ച് പേര് മരിച്ചു. ഈ കഴിഞ്ഞ കുംഭമേളയിൽ കുറച്ച് പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നില്ല എന്ന് തോന്നുന്നു. ദെൻ 2011 കേരളത്തില് ശബരിമലയിലെ മകരവിളക്ക് കാണാനായിട്ട് നിന്നിരുന്നവരാണ് സ്റ്റാമ്പ്. അതൊരു പെർട്ടിക്കുലർ മലയുടെ മുകളിൽ കയറിയവരാണ് ഇങ്ങനെ ഈ അവിടെ ക്രൗഡ് കാരണം മരിച്ചു വീണത്. മലയുടെ പേര് ഞാൻ മറന്നുപോയി. ശബരിമലയിൽ 2011 ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്, സ്റ്റാമ്പേഡ് നടന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 106ഓളം പേരാണ് മരിക്കുന്നത് ആ 2011 ആ ഇൻസിഡന്റിൽ വെച്ചിട്ട്. ആ ഒരു ഇൻസിഡന്റില് കേരള ഹൈക്കോടതി കൃത്യമായിട്ട് ഒരു ഡയറക്റ്റീവ് പുറപ്പെടുവിച്ചു. അപ്പൊ നമ്മൾ ഒരു മെയിൻസ് ആൻസർ റൈറ്റിംഗ് എഴുതുമ്പോൾ നമ്മൾക്ക് എന്താ എഴുതാം? നമ്മുടെ 2000 സുപ്രീം കോടതിയുടെ ഡയറക്റ്റീവ് എന്തിനെ കുറിച്ചാണ്? റിലീജിയസ് ക്രൗഡുകൾ കൂടുന്നതിനെ കുറിച്ചിട്ട്. ദെൻ 2011 ഹൈക്കോടതി, കേരള ഹൈക്കോടതിയുടെ ശബരിമല വേർഡിക്റ്റ് അല്ലെങ്കിൽ ശബരിമല ഡയറക്റ്റീവ് ഓൺ ദ ബേസിസ് ഓഫ് ശബരിമല സ്റ്റാമ്പേഡ്. ഓക്കെ, അവിടെ എന്താ പറഞ്ഞേ? ഒരേ സമയം നമ്മളുടെ ശബരിമലയിലേക്ക് കയറുന്നവര് അല്ലെങ്കിൽ റിലീജിയസ് സ്ഥലത്തേക്ക് കയറുന്നവരെ ലിമിറ്റ് ചെയ്യണം. എത്ര പേര് ഇപ്പൊ കറന്റ് അവിടെ ഉണ്ട് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള കണക്ക് വേണം. ഓക്കെ, ഇതാണ് നമ്മളുടെ കേരള ഹൈക്കോടതി പറഞ്ഞത്. അതിനുശേഷമൊക്കെയാണ് നമ്മൾ ഈ ബുക്കിംഗ് സിസ്റ്റം ഒക്കെ നമ്മൾ നിലവിൽ വരുത്തുന്നത്. അതായത് കൃത്യമായിട്ടുള്ള ബുക്കിംഗ് സിസ്റ്റം. കഴിഞ്ഞ വർഷം മണ്ഡലകാലത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇത്ര പേർക്കേ ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത്ര പേര് അവിടെ എത്തണം, അങ്ങനെ സംബന്ധിച്ചൊരു വിഷയം ഉണ്ടായത് ഓർക്കുന്നുണ്ടോ? സോ അതിനൊക്കെ ആധാരമായത് ഈ വിധിയാണ്. കാരണം എണ്ണമറ്റ ആളുകൾ അങ്ങോട്ട് ഒഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പ്രശ്നം ഉണ്ടാകും. സോ കേരള ഹൈക്കോടതി എന്ത് പറഞ്ഞു? കേരള ഹൈക്കോടതി 2011 പറഞ്ഞു, മക്കളെ അത് വേണ്ട, നിങ്ങൾ എത്ര എണ്ണം ഒരേ സമയം എത്ര പേർക്ക് അവിടെ നിൽക്കാൻ പറ്റും, ആ എണ്ണത്തിൽ കൂടിയ ആളുകളെ അങ്ങടേക്ക് വിടണ്ട. എത്രയാണെന്ന് നിങ്ങൾ ഒരു സ്റ്റഡി നടത്തി കണ്ടുപിടിച്ചിട്ട് അതിനെ ലിമിറ്റ് ചെയ്തോളൂ, കുഴപ്പമില്ല. ഓക്കെ, ദെൻ 2004 രാഹുൽ ജെയിൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, രംഗനാഥ് ടെമ്പിളിലെ ഒരു സ്റ്റാമ്പേഡും രത്നാഗർ ടെമ്പിളിലെ ഒരു സ്റ്റാമ്പേഡുമായി ബന്ധപ്പെട്ടിട്ടാണ് എവിടെ രാഹുൽ ജെയിൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. ആ കേസിലും എന്താണ് സംഭവിച്ചത്? ആ കേസിൽ അഡക്വേറ്റ് പ്ലാനിങ് വേണം, അല്ലെങ്കിൽ ഇതേ 2011 പറയാനായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെയും പറഞ്ഞത്. നിങ്ങൾ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകണം, ഒരേ സമയം എത്ര പേര് വേണം, എല്ലാ വിധി വരുമ്പോഴും സെയിം കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. ദെൻ CCTV ക്യാമറാസ് ഇൻസ്റ്റാൾ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സോ നമ്മൾ ഇങ്ങനെ ഒരു ആൻസർ വരുമ്പോൾ നിങ്ങൾ ഈ ജഡ്ജ്മെന്റുകളെയൊക്കെ ഒന്ന് കോട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഡീഷണൽ മാർക്ക് കിട്ടാനായിട്ട് ഒരു സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെ കേസുകൾ നമുക്ക് പറയാം? 2000 നമ്മുടെ സുപ്രീം കോടതിയുടെ ഡയറക്റ്റീവിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. 2011 നമ്മളുടെ ശബരിമല സ്റ്റാമ്പേഡുമായി ബന്ധപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡയറക്റ്റീവിനെ കുറിച്ച് നമുക്ക് പറയാം. ദെൻ രാഹുൽ ജെയിൻ വെസ്റ്റ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലെ രത്നാഗർ ടെമ്പിളിൽ ഉണ്ടായിരുന്ന ആക്രമണത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളിൽ അവിടുത്തെ ആരാണ്? സുപ്രീം കോടതിയുടെ വിധിയെയും കുറിച്ചിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദെൻ ഇത് മാത്രമല്ല, ഒരുപാട് കേസുകളുണ്ട്. 2013 തോന്നുന്നു നമ്മളുടെ കുംഭമേളയിൽ ഇതുപോലെ സ്റ്റാമ്പേഡ് ഉണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അതുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണല്ലോ നമ്മളൊരു സിവിൽ സർവന്റ് ആകുന്നത്. എന്ത് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഈ ഒരു കേസിൽ? നമുക്ക് ഒരു സിസ്റ്റം, ഒരു ഓൾ ഇന്ത്യ പ്ലാൻ അല്ലെങ്കിൽ പോളിസിക്ക് പകരം ഓരോ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്ലാൻ വേണം. ഫോർ എക്സാമ്പിൾ UPക്ക് വേണ്ടിയിട്ട് ഒരു പ്ലാൻ. എല്ലാ സ്റ്റേറ്റും ഡിഫറെന്റ് ആണ്, അവരുടെ സ്റ്റാമ്പേഡും ഡിഫറെന്റ് ആണ്. UPയിലൊക്കെ ആണെങ്കിൽ എന്താണ് കൂടുതൽ? ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിലീജിയസ് ഗ്യാതറിംഗുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാമ്പേഡുകളാണ് അധികവും നടക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ ആളുകൾ കൂടുന്നത് ഒരു തെറ്റായിട്ട് ഒരിക്കലും കണക്കാക്കാൻ പറ്റില്ല. പക്ഷെ ആളുകൾ കൂടുമ്പോൾ അതിനെ റെഗുലേറ്റ് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ്. സോ ലോക്കലൈസ്ഡ് പ്ലാൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. ദെൻ ഇൻഫ്രാസ്ട്രക്ചറുകൾ കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആകണം, അല്ലെങ്കിൽ പ്രോപ്പർ ബാരിക്കേഡുകൾ വെക്കണം, കൃത്യമായിട്ടുള്ള എൻട്രി എക്സിറ്റ് പോയിന്റുകൾ വെക്കണം. ദെൻ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ. സോ അനൗൺസ്മെന്റുകൾ, പാനിക്കുകൾ ഉണ്ടാക്കാതെ, ദെൻ അവരുടെ ഉള്ള അഡക്വേറ്റ് കപ്പാസിറ്റിക്ക് അധികമായിട്ട് ആരെയും അങ്ങടേക്ക് കയറ്റ വേണ്ട. ദെൻ ഇതിന് വേണ്ടിയിട്ട് ട്രെയിനിങ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ആർക്ക്? ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ എംപ്ലോയീസിനും പേഴ്സണൽസിനും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇങ്ങനെയാണ് നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുക. സോ നമ്മളുടെ ലിമിറ്റേഷൻ എന്താണ്? നമുക്ക് ഒരു
ഓൾ പ്ലാൻ ഇല്ല, അല്ലെങ്കിൽ ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്ലാൻ ഇല്ല. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യും? ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പ്ലാൻ വേണമെന്നില്ല, ലോക്കൽ സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാനുകൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. ഓക്കെ, ഇതാണ് സ്റ്റാമ്പേഡുകളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ. നമ്മൾ എങ്ങനെ പറഞ്ഞ് നമ്മൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അത് അഫക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഹ്യൂമൻ റിലേറ്റഡ് ഫാക്ടേഴ്സ് ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചറൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ദെൻ ഇന്ത്യയിൽ ഇപ്പോഴുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ്? ഭാരതീയ ന്യായ സംഹിതയുണ്ടെന്ന്, ദെൻ അല്ലെങ്കിൽ IPC ഉണ്ട്. അതിൽ നെഗ്ലിജൻസ്, ഡെത്ത് ബൈ നെഗ്ലിജൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതുകൂടാണ്ട് എന്തുണ്ട്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 ഉണ്ട്. അവർ പല പല ഡയറക്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. ദെൻ പബ്ലിക് ലൈബിലിറ്റി ആൻഡ് ഇൻഷുറൻസ് ആക്ട് 1991 ഉണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഇല്ല. അതായത് സ്റ്റാമ്പേഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഫസ്റ്റ് മൊമെന്റ് എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്രൊസീജിയർ ഇല്ല. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇതിനെ കോർട്ടിന്റെ ഇന്റർവെൻഷൻ അല്ലെങ്കിൽ കോർട്ടിന്റെ ഡയറക്റ്റീവ് വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ തുടങ്ങി. 3 കോർട്ടിന്റെ ഡയറക്റ്റീവ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറഞ്ഞു. ഏതാണ്? 2000 സുപ്രീം കോടതിയുടെ ഡയറക്റ്റീവ്, ദെൻ ശബരിമല ഇഷ്യൂ നടന്നു കഴിഞ്ഞപ്പോൾ, 106 പേര് മരിച്ച ശബരിമല ഇഷ്യൂ നടന്നു കഴിഞ്ഞപ്പോൾ, ശബരിമല സ്റ്റാമ്പേഡ് നടന്നു കഴിഞ്ഞപ്പോൾ കേരള ഹൈക്കോടതിയുടെ വിധി, ദെൻ രാഹുൽ ജെയിൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2014 കേസ്. ഇങ്ങനെ 3 കേസിലും ഏകദേശം പറഞ്ഞ കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഓക്കെ, എന്തായാലും ഒരു സ്റ്റാമ്പേഡ് നടന്നു കഴിയുമ്പോൾ കോടതി എന്തായിരിക്കും പറയുന്നത്? ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തണം. ഓക്കെ, ഈ ഒരു മെയിൻസ് ആൻസർ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മെയിൻസ് ആൻസറിൽ വന്നു കഴിഞ്ഞാൽ, മെയിൻസ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ 95% ഓഫ് സ്റ്റുഡൻസും എല്ലാവരും അറിയാവുന്ന ഉത്തരങ്ങൾ എഴുതും. അതായത് ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തണം, ദെൻ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവണം, പ്ലാനിങ് കൃത്യമായിട്ട് നടത്തണം. ഇതൊക്കെ എല്ലാവരും എഴുതും. നമ്മളുടെ അഡ്വാൻറ്റേജ് എവിടെയാണ് കിടക്കുന്നത്? ഇങ്ങനെയുള്ള സുപ്രീം കോടതിയുടെ ഡയറക്റ്റീവ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ, എക്സാമ്പിൾ ഇൻ 2011 ശബരിമല സ്റ്റാമ്പേഡ്, ദ കേരള ഹൈക്കോർട്ട് ഇൻസ്ട്രക്റ്റഡ് ടു ലിമിറ്റിംഗ് ദ പിലിഗ്രിം നമ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആൻസർ എഡ്ജ് ഔട്ട് ചെയ്തിരിക്കും. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ അഡീഷണൽ മാർക്കുകൾ നമ്മളുടെ ആൻസറുകളിൽ വരുത്തുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ നമ്മുടെ ഓപ്പൺ എഡിറ്റോറിയൽ ഭാഗത്ത് വന്ന എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് നമ്മളുടെ തേർഡ് ആർട്ടിക്കിൾ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ഇനീക്വാലിറ്റി ആൻഡ് ദ വേൾഡ് ബാങ്ക് ക്ലെയിംസ്. അതായത് വേൾഡ് ബാങ്ക് ഈ കഴിഞ്ഞ ഏപ്രിലിൽ ഒരു ഡാറ്റ പുറത്തിറക്കി, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് പുറത്തിറക്കി, ഇന്ത്യൻ പോവർട്ടി ആൻഡ് ഇക്വിറ്റി ബ്രീഫ് എന്ന് പറഞ്ഞിട്ട്. അതിൽ വേൾഡ് ബാങ്ക് ക്ലെയിം ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ പോവർട്ടി അല്ലെങ്കിൽ ഇനീക്വാലിറ്റി കുറഞ്ഞു വരികയാണ്. അതായത് അധികം ഇൻകം ഉള്ളവരും ഇൻകം ഇല്ലാത്തവർ എന്ന് വേർതിരിക്കുന്ന ഇന്ത്യയുടെ പോവർട്ടി, ദാരിദ്ര്യം കുറഞ്ഞു വരികയാണ് എന്ന് വേൾഡ് ബാങ്ക് ക്ലെയിം ചെയ്തു. ഉടനെ ആളുകൾ വടിയുമായിട്ട് ഇറങ്ങി, അല്ലെങ്കിൽ പത്രകട്ടിങ്ങളുമായിട്ട് ഇറങ്ങി, ഇന്ത്യയുടെ പോവർട്ടി കുറഞ്ഞിട്ടൊന്നുമില്ല, ആളുകൾ നോക്കി ഇപ്പോഴും പട്ടിണിയിലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ക്ലെയിം ചെയ്യാൻ തുടങ്ങി. സോ അതിന്റെ ഒരു യഥാർത്ഥ വസ്തുത സ്റ്റാറ്റിസ്റ്റിക്കൽ വ്യൂവിലൂടെ അല്ലെങ്കിൽ ഒരു സയന്റിഫിക് വ്യൂവിലൂടെ ഇവിടെ വിശകലനം ചെയ്യുകയാണ് നമ്മളുടെ ഓഥർ ഇവിടെ. ഓക്കെ, സോ അദ്ദേഹം പറഞ്ഞു വരുന്നതിന്റെ ഒരു ഉള്ളടക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയുടെ പോവർട്ടി കുറയുകയാണ്, അല്ലെങ്കിൽ ഇനീക്വാലിറ്റി ഏത് റിപ്പോർട്ട് പ്രകാരം നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും കുറഞ്ഞു വരികയാണ്. ദെൻ ഇൻകം ഇനീക്വാലിറ്റി ആണെങ്കിലും കൺസപ്ഷൻ ഇനീക്വാലിറ്റി ആണെങ്കിലും, അങ്ങനെ 2 തരത്തിൽ ഇനീക്വാലിറ്റിയെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2 തരത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും എങ്ങനെയാണ് നമ്മളുടെ ഇൻകം ഇനീക്വാലിറ്റി അല്ലെങ്കിൽ ഇനീക്വാലിറ്റി കുറഞ്ഞു വരികയാണ്. ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും ഏത് മെഷേഴ്സിൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, സോ ഇതിന് പല പ്രശ്നങ്ങളും ഉണ്ട്. അതായത് ഇപ്പോ ഇൻകം നമ്മൾ ഇനീക്വാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ടോപ്പ് 5% ഇൻകം നമ്മൾ ചൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അത് ഒരു പ്രോബ്ലമാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് അത് എല്ലാ രാജ്യത്തും നടക്കുമ്പോഴും അത് ചൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ദെൻ എക്സ്പെൻഡിച്ചർ ഇനീക്വാലിറ്റി അല്ലെങ്കിൽ കൺസപ്ഷൻ ഇനീക്വാലിറ്റി എന്ന് പറയുന്ന ഇനീക്വാലിറ്റി ഉണ്ട്. നമ്മൾ എന്താണോ കൺസ്യൂം ചെയ്യുന്നത് അതിന് എത്ര തുക ചെലവായി, അതിനെയാണ് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ കൺസപ്ഷൻ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ കൺസപ്ഷന് സാധാരണ ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതിന്റെ ബേസിസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് കൺസപ്ഷൻ ഇനീക്വാലിറ്റി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റൊക്കെ. ഓക്കെ, സോ ഇപ്പോ എഗ് കൺസ്യൂം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രോട്ടീൻ സോഴ്സ് ആയിട്ടുള്ള എഗ് കൺസ്യൂം ചെയ്യാനായിട്ട് എത്ര പേർക്ക് പറ്റുന്നുണ്ട്? രാവിലെ പാലൊഴിച്ച ചായ കുടിക്കാനായിട്ട് എത്ര പേർക്ക് പറ്റുന്നുണ്ട്? പാലൊഴിച്ച് ചായ കുടിക്കാനായിട്ട് പറ്റുന്നവരാണെങ്കിൽ പാല് വാങ്ങിക്കാനായിട്ട് സാധ്യതയുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ അതിന് കയ്യിൽ പൈസ ഉള്ളവരായിരിക്കണം. ഓക്കെ, സോ കൺസപ്ഷന്റെ ബേസിൽ ഇനീക്വാലിറ്റി ആയി ആണെങ്കിലും ഇപ്പോ 2000 മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, ഇന്ത്യക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്, അത് ശരിയാണ്. പക്ഷെ ഇന്ത്യയുടെ എന്ത് കുറയുന്നുണ്ട്?
ഇൻഈക്വാലിറ്റി കുറയുന്നുണ്ട്, പോവർട്ടി കുറയുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ, ഈ ഒരു ഓപ്പൺ എഡിറ്റോറിയലിന്റെ ഉള്ളടക്കം. നമുക്കിവിടെ നോക്കേണ്ടത് എന്താണ്? നമുക്കിവിടെ നോക്കേണ്ടത് എങ്ങനെയാണ് ഈ പോവർട്ടി എസ്റ്റിമേഷൻ ചെയ്യുന്നത്. ഈ ഒരു വരയുണ്ടല്ലോ, പോവർട്ടി ലൈൻ, ഇങ്ങനെ ഒരു വര വരച്ചിട്ട് അതിന്റെ മുകളിൽ എല്ലാവരും എബോ പോവർട്ടി ലൈൻ, താഴെയുള്ളവരെല്ലാവരും ബിലോ പോവർട്ടി ലൈൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇതെങ്ങനെയാണ് ഈ വര വരയ്ക്കുന്നത്? ആരാണ് ഈ വര വരയ്ക്കുന്നത്? രാവിലെ എഴുന്നേറ്റിട്ട് ഒരു പുള്ളി വന്നിട്ട് ഇന്ന വര അല്ലെങ്കിൽ ഒരു കയറ് കെട്ടി വെച്ചിട്ട് ഇപ്പുറത്തുള്ളവരെല്ലാം ബിലോ പോവർട്ടി, അപ്പുറത്തുള്ളവരെല്ലാം എബോ പോവർട്ടി എന്നാണോ? അല്ല, അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാനാണ് നമ്മൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു വാർത്ത വായിച്ചു കഴിയുമ്പോൾ ഒന്ന് രണ്ട് മേഖലകളിൽ നിങ്ങൾ സ്റ്റക്കായി പോകാം. ഒന്ന് ജീനി കോഎഫിഷ്യന്റ് ആണ്. ജീനി കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും. ഈ പത്രം വായിച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു ഡൗട്ട് വരും, തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് വരും. ജീനി കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻകം ഇനീക്വാലിറ്റി അല്ലെങ്കിൽ പോവർട്ടി അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ് ഈ ഇൻകം, നമ്മളുടെ ജീനി കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ ജീനി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഒരു 0 to 1 ഒരു എക്സ്പാൻഷനിലാണ് ഈ ഒരു ജീനി കോഎഫിഷ്യന്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എത്ര വരെ ഇൻകം ഇനീക്വാലിറ്റി പോകാം? ഫുള്ളി ഇക്വാലിറ്റി ടു ഇൻഈക്വാലിറ്റി, 0 to 1 എന്നുള്ള ഒരു റേഷ്യോയിലാണ് അത് കണക്കാക്കുന്നത്. ദെൻ ഇവിടെ കുറച്ച് കമ്മിറ്റികളുടെ പേര് പറയുന്നുണ്ട്. ടെണ്ടുൽക്കർ കമ്മിറ്റി, രംഗരാജൻ കമ്മിറ്റി. ഏത് കമ്മിറ്റിയിലും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഇൻകം ഇനീക്വാലിറ്റി കുറയുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഈ കമ്മിറ്റികൾ ആരാണ്? ഈ ടെണ്ടുൽക്കർ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണോ എന്നൊക്കെ സംശയം വരാം. സോ നമുക്കതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. എങ്ങനെയാണ് ഈ എവല്യൂഷൻ, പോവർട്ടി എസ്റ്റിമേഷന്റെ എവല്യൂഷൻ ഇന്ത്യയിൽ നടന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പോവർട്ടി ആദ്യമായിട്ട് ഇന്ത്യയിൽ സയന്റിഫിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ദാദാബായ് നവറോജിയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട്. ദാദാബായ് നവറോജി എന്ന് പറയുമ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും സമുന്നതമായ നേതാക്കന്മാരിൽ ഒന്നാണ്. ഇന്ത്യയുടെ വന്ധ്യ വയോധികനായിട്ടുള്ള ഒരാളാണ്. 1885 നമ്മളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരാളിൽ ആരാണ്? ദാദാബായ് നവറോജിയാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് സയന്റിഫിക്കലി ഇന്ത്യയുടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്തത്? നമ്മുടെ ഒരു എക്കോണമിക് ടേംസിൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട്, ദ പോവർട്ടി ആൻഡ് ദ അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ. അതായത് ബ്രിട്ടീഷുകാരുടെ റൂൾ അല്ല ഭരിക്കുന്നേ, അൺബ്രിട്ടീഷ് ആയിട്ടാ ഭരിക്കുന്നേ. അതുകൊണ്ടുണ്ടാകുന്ന പോവർട്ടി. ഓക്കെ, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ആദ്യമായിട്ട് ഈ പോവർട്ടി ലൈൻ ഐഡന്റിഫൈ ചെയ്തു. അതായത് ദരിദ്രരാരാണ് എന്ന് കൃത്യമായിട്ട് ആദ്യമായി ഇന്ത്യയിൽ നിർണ്ണയിക്കുന്നത് ആരാണ്? ദാദാബായ് നവറോജിയാണ്. ഓക്കെ, അദ്ദേഹം എന്താ പറഞ്ഞേ? അതായത് 16 35 രൂപയ്ക്കും ഇടയിൽ ഒരു വർഷം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ, 16 രൂപയ്ക്കും 35 രൂപയ്ക്കും ഇടയിൽ നിങ്ങൾക്ക് ഒരു വർഷത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ദരിദ്രനാണ്. 16 രൂപയിൽ താഴെയൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ദരിദ്രനാണ്. ഓക്കെ, ദെൻ അപ്പോ ഇത് എന്തിന്റെ ബേസിസിലാണ് നവറോജി പറഞ്ഞത്? ഇൻകത്തിന്റെ ബേസിസിലല്ലേ? ഇൻകം ഇനീക്വാലിറ്റി ആണ് അദ്ദേഹം കണക്കാക്കിയത്. എന്ത് ഇനീക്വാലിറ്റി? ഇൻകം ഇനീക്വാലിറ്റി. ഇൻകത്തിന്റെ ബേസിലാണ് അദ്ദേഹം പറഞ്ഞത്, നമുക്ക് ഇവിടേക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ബേസിസിൽ. ഓക്കെ, ദെൻ അടുത്തൊരു എസ്റ്റിമേഷൻ നടന്നത് പ്ലാനിംഗ് കമ്മീഷനിലാണ്, അല്ലെങ്കിൽ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് സ്വാതന്ത്ര്യത്തിന് മുൻപേ ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഒക്കെ നേതൃത്വത്തിൽ ഒരു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടെയും നമ്മളുടെ ഈ ഇൻകം അല്ലെങ്കിൽ പോവർട്ടി എസ്റ്റിമേറ്റ് ചെയ്തു. അതായത് ഒരു മാസം 15 മുതൽ 20 രൂപ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ദരിദ്രനാണ്. ഒരു മാസം 15 മുതൽ 20 രൂപ കിട്ടുന്നില്ലെങ്കിൽ അത് ഇൻകത്തിന്റെ ബേസിസിലാണല്ലോ. ഓക്കെ, ദെൻ അടുത്ത ഒരു മേജർ പ്ലാൻ വരുന്നത് ബോംബെ പ്ലാൻ. 1944 ബോംബെ പ്ലാൻ അവതരിപ്പിച്ചപ്പോ നമ്മളുടെ ഈ ക്യാപിറ്റലിസ്റ്റുകൾ ഒരു തീരുമാനമെടുത്തു. 75 രൂപ ഒരു വർഷം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ, 75 രൂപ ഒരു വർഷം നിങ്ങൾക്ക് കിട്ടില്ലെങ്കിൽ നിങ്ങൾ ദരിദ്രനാണ്. ഓക്കെ, ഇപ്പൊ എങ്ങനെയായിരിക്കും അത്? കറന്റ്ലി നമ്മൾ ദരിദ്രനാണോ, അല്ലെങ്കിൽ സമ്പന്നനാണോ? നമ്മൾ ദരിദ്രനാണോ, നമ്മൾ സമ്പന്നനാണോ? ചിലരൊക്കെ പറയും കഞ്ഞി കുടിച്ച് ജീവിക്കാൻ പോലും 2 ലക്ഷം രൂപ വേണം എന്നൊക്കെ പറയും. സോ നമ്മൾ ദരിദ്രനാണോ, സമ്പന്നനാണോ നോക്കാം നമുക്ക്. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻസ് പീരീഡിൽ എങ്ങനെയായിരുന്നു? പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ എങ്ങനെയായിരുന്നു? ഒരു 75 രൂപ വരെ ഒരു ഇൻകത്തിന്റെ ബേസിസിലാണ് കണക്കാക്കിയിരുന്നത്. ഒരു 75 രൂപ വരെ വർഷം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ദരിദ്രനാണ്. ദെൻ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ശേഷം ഒരു കൃത്യമായിട്ടുള്ള ഒരു പോവർട്ടി പ്ലാൻ, അല്ലെങ്കിൽ ആരാണ് ദരിദ്രർ എന്ന് നിശ്ചയിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? 1962 വെച്ചിട്ടാണ്. ദ പ്ലാനിംഗ് കമ്മീഷൻ ആണ് 1962 ഒരു പോവർട്ടി ലൈൻ ഫിക്സ് ചെയ്യുന്നത്.
അതും ഇൻകത്തിന്റെ ബേസിസിലായിരുന്നു. ഓക്കെ, അതും ഇൻകത്തിന്റെ ബേസിലായിരുന്നു. 20-25 രൂപ ഇൻകം. നിങ്ങളൊന്ന് നോക്കിയേ, ബോംബെ പ്ലാൻ എന്താ പറഞ്ഞേ, 75 രൂപ ഒരു വർഷം. 1962 25 രൂപയിലേക്ക് കുറഞ്ഞു. അതെന്താ കുറഞ്ഞേ? അത് പെർട്ടിക്കുലർലി പല റീസണുകൾ കൊണ്ടുണ്ട്. അതായത് രൂപയുടെ മൂല്യം കുറയുന്നത് കൊണ്ടുണ്ട്. മനസ്സിലായി? ഇപ്പോ നമ്മൾ ഇൻഡിപെൻഡന്റ് ആകുന്ന സമയത്ത് ഒരു രൂപയും ഒരു ഡോളറും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമൊക്കെയാണ് ഡീഡോളറൈസേഷൻ അല്ല, നമ്മൾ രൂപയുടെ മൂല്യം കുറയ്ക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി എന്ത് ചെയ്യുന്നത്, രൂപയുടെ മൂല്യം താഴേക്ക് പോകുന്നേ. ഓക്കെ, സോ മേജർ ഒരു ഇമ്പോർട്ടന്റ് ചേഞ്ച് വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡണ്ടേക്കാർ ആൻഡ് എൻ റാത്ത് കമ്മിറ്റി അല്ലെങ്കിൽ ഡണ്ടേക്കാർ റാന്ത് കമ്മിറ്റിയിലൂടെയാണ്. അതായത് നമ്മളുടെ പ്ലാനിംഗ് കമ്മീഷനുകൾ ആരാണ് ദരിദ്രർ എന്ന് ഓരോ വർഷവും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. സോ ആരാണ് ദരിദ്രർ അല്ലെങ്കിൽ ദരിദ്രത്തിൽ എത്ര പേരുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പല കമ്മിറ്റികളും രൂപപ്പെടുത്തി. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഡണ്ടേക്കാർ റാന്ത് കമ്മിറ്റി. ഡണ്ടേക്കാറും എൻ റാന്തും കൂടി ചേർന്നിട്ട് ഒരു കമ്മിറ്റി, അവരാണ് അധ്യക്ഷരായിട്ടുണ്ടായിരുന്നത്. അവര് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഇതുവരെ ചെയ്തിരുന്ന ഒരു കാര്യം, ഇൻകത്തിന്റെ ബേസിസിലാണ് നിങ്ങൾ പോവർട്ടിയെ ഡിഫൈൻ ചെയ്തത്. എന്തിന്റെ ബേസിസിലാണ്? ഇൻകത്തിന്റെ ബേസിസിലാണ്. പക്ഷെ അത് തെറ്റാണ്. ഇൻകം, അതായത് പണമില്ലാത്തത് കൊണ്ടല്ല ഒരാൾ ദരിദ്രനാവുന്നത്. പക്ഷെ ആ പണം കൊണ്ട് അദ്ദേഹത്തിന് സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടായിരിക്കാം ദരിദ്രനാകുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഒരു പുതിയ തീരുമാനം എടുത്തു. ഇനി മുതൽ നമ്മൾ ഇൻകത്തിന്റെ ബേസിസിലല്ല നമ്മൾ പോവർട്ടി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പകരം നമ്മൾ കലോറിയുടെ ബേസിസിൽ. എങ്ങനെയാ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു ആള് 18 വയസ്സുള്ള ഞാൻ, 18 വയസ്സല്ല, കുറച്ച് പ്രായപൂർത്തിയായിട്ടുള്ള ഒരാള് ഞാൻ ഒരു ദിവസം എത്ര കലോറി കഴിക്കണം എന്ന് നോക്കും. അതായത് ഒരു 18 വയസ്സ് പൂർത്തിയായ ഒരു യുവാവായിട്ടുള്ള ഒരാള് ഇന്ത്യയില് ഒരു ദിവസം എത്ര കലോറി ഭക്ഷണം കഴിക്കണം? ഓക്കെ, ഫോർ എക്സാമ്പിൾ 2400 കലോറിയാണ് ഒരാള് ഭക്ഷണം കഴിക്കേണ്ടത്. ഓക്കെ, 2400 കലോറിയാണ് ഒരാൾ ഭക്ഷണം കഴിക്കേണ്ടത്. ഈ 2400 കലോറി ഭക്ഷണം കഴിക്കാനായിട്ട് ഇന്ത്യയിൽ എത്ര രൂപ ചെലവാകും ഒരാൾക്ക് ഒരു ദിവസം? ഓക്കെ, 2400 രൂപയ്ക്ക് അരി വാങ്ങിച്ച് കഴിക്കണം. രാവിലെ എനിക്ക് ഇഡ്ഡലി കഴിക്കണം, ഉച്ചയ്ക്ക് ഒരു ബിരിയാണി കഴിക്കണം, വൈകുന്നേരം ഞാൻ ചായയും ഒരു മുട്ട പപ്സും കഴിക്കുന്നു, ദെൻ വൈകുന്നേരം ഇത്തിരി കഞ്ഞി കുടിക്കുന്നു. ഇതെല്ലാം കൂടി കൂട്ടുവരുമ്പോ എന്തുണ്ടാവണം? 2400 കലോറി ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള കലോറി ഉണ്ടാവണം. ഓക്കെ, ഈ ഇത്രയും കലോറി ഊർജം എന്നിലേക്ക് എത്താനായിട്ട് എത്ര രൂപ എനിക്ക് ചെലവാകും? ഫോർ എക്സാമ്പിൾ ഇത്രയും കഴിച്ചു വരാനായിട്ട് എനിക്ക് ഒരു ദിവസം 250 രൂപയാകും ചെലവാകുന്നത്. സോ ആ 250 രൂപ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങൾ. അയാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലായിരിക്കും. ഓക്കെ, ഇതാണ് എന്തിനെ, കലോറി വാല്യൂവിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മളുടെ പോവർട്ടി ലൈൻ റീ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഭക്ഷണം എത്രയാണോ കഴിക്കേണ്ടത് അതിന്റെ കലോറി വാല്യൂ എടുക്കും. നമ്മളിപ്പോ ഈ ഇൻസ്റ്റഗ്രാം റീലിൽ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ജിമ്മിൽ പോകുന്ന ചില ചേട്ടന്മാർ വന്നിട്ട് എന്താ പറയുന്നത്, നിങ്ങൾ മുട്ടയിൽ ഇത്ര കലോറി, ഇത്ര ഫാറ്റ്, ഇതുപോലെ നേഷൻ ഐഡന്റിഫൈ ചെയ്യും ഒരാൾ ഒരു ദിവസം കഴിക്കേണ്ട കലോറിയുടെ അളവ്. ഓക്കെ, എന്നിട്ട് കലോറിയുടെ അളവിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് നോക്കും. ഒരാൾ അത്രയും കലോറി കഴിക്കണമെങ്കിൽ എത്ര രൂപ ചെലവാക്കും? ഓക്കെ, എന്നിട്ട് ആ കലോറിക്ക് വാങ്ങാനായിട്ടുള്ള പൈസ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. സോ കലോറി ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ബേസ്ഡ് ആയിട്ട്, കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ബേസ്ഡ് ആയിട്ട് ഒരു പോവർട്ടി ലൈൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നാണ് 1971 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏത് കമ്മിറ്റിയാണ്? ഡണ്ടേക്കാർ ആൻഡ് റാത്ത് കമ്മിറ്റി 1971. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കമ്മിറ്റി വരുന്നത്. സോ നമ്മൾ ഡണ്ടേക്കാർ ആൻഡ് റാത്ത് കമ്മിറ്റിയെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ആദ്യമായിട്ട് എന്തിന്റെ ബേസിസിൽ? എക്സ്പെൻഡിച്ചറിന്റെ ബേസിസിൽ, കലോറി വാല്യൂയുടെ ബേസിസിൽ എന്ത് ക്രിയേറ്റ് ചെയ്തു? പോവർട്ടി ലൈൻ ഡിഫൈൻ ചെയ്തു. ഓക്കെ, ദെൻ അലാഗ് കമ്മിറ്റി വരുന്നു. 1979 അലാഗ് കമ്മിറ്റി വരുന്നു. അലാഗ് കമ്മിറ്റി എന്താ ചെയ്തേ? വീണ്ടും ഈ പോവർട്ടി ലൈൻ എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ദാരിദ്ര്യർ എത്രയുണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണമല്ലോ. ഇതിനു വേണ്ടിയിട്ട് അലാഗ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
ആരാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? നമ്മളുടെ പ്ലാനിംഗ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, സോ അലാഗ് കമ്മിറ്റി എന്ത് തീരുമാനിച്ചു? ഡണ്ടേക്കർ റാത്ത് കമ്മിറ്റിയിൽ പറഞ്ഞത് ശരിയാണ്. നമ്മൾ ഇൻകത്തിന്റെ ബേസിസിലല്ല, കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? നമ്മൾ പോവർട്ടി കാൽക്കുലേറ്റ് ചെയ്യണ്ടേ. പക്ഷേ നമ്മൾ ഇവിടെ ഒരു ചെറിയ ചേഞ്ചസ് വരുത്തണം. എന്താണ് ചേഞ്ചസ്? മക്കളെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഡണ്ടേക്കാറും റാത്തും പറഞ്ഞത് വളരെ ശരിയാണ്, ഇതുവരെ പറഞ്ഞത് വളരെ ശരിയാണെന്ന് ആര് പറഞ്ഞു? അലാഗ് കമ്മിറ്റി പറഞ്ഞു. പക്ഷേ നമ്മൾ ഇവിടെ ഒരു ചേഞ്ച് വരുത്തണം. നമ്മൾ അർബൻ പോപ്പുലേഷനും റൂറൽ പോപ്പുലേഷനും ഒരേ പോവർട്ടി ലൈൻ വെക്കരുത്. കാരണം എന്താണ്? അർബൻ പോപ്പുലേഷന് ഭക്ഷ്യസാധനങ്ങളിലേക്ക് അല്ലെങ്കിൽ കലോറിക് ആയിട്ടുള്ള ഫുഡിലേക്കുള്ള ആക്സസ് കൂടുതലാണ്. റൂറൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞ പാവങ്ങളാണ്, കാരണം ദരിദ്രരായിട്ടുള്ള ജനങ്ങളാണ്. അവർക്ക് കുറച്ചും കൂടി കൂടുതൽ കലോറിഫിക് വാല്യൂ വെക്കണം. എന്നാൽ മാത്രമേ അവരിലെ കൂടുതൽ ആളുകൾ ഈ പോവർട്ടി ലൈനിന്റെ അടിയിലേക്ക് വരുള്ളൂ. എന്നാൽ മാത്രമേ കൂടുതൽ ആളുകളിലേക്ക് ബെനിഫിറ്റ് എത്തുകയുള്ളൂ. എന്താ ലാബ് കമ്മിറ്റി പറഞ്ഞേ? എക്സ്പെൻഡിച്ചറിന്റെ ബേസിസിൽ, കൺസപ്ഷന്റെ ബേസിസിൽ നിങ്ങൾ പോവർട്ടി ലൈൻ വരയ്ക്കുന്നത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ അർബനും റൂറലിനും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അർബനിന് എത്ര വെച്ചു? ഈ ഒരു കമ്മിറ്റി പ്രകാരമാണ് അർബനിന്, ഞാനിവിടെ എഴുതിയിട്ടില്ല, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അർബൻ പോപ്പുലേഷന് 2100 കലോറി പെർ ഡേ എന്നുള്ള രീതിയിലും, ദെൻ റൂറൽ പോപ്പുലേഷന് 2400 കലോറി പെർ ഡേ എന്നുള്ള രീതിയിലും എന്ത് ചെയ്യുന്നേ? നമ്മളുടെ എക്സ്പെൻഡിച്ചർ, കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ വെക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഒരു ദിവസത്തെ കലോറി എത്ര വേണം? 2400 കലോറി വേണം. 2400 കലോറി കിട്ടാനായിട്ടുള്ള കപ്പയും ചെമ്മീനും ബീഫും വാങ്ങിക്കാനായിട്ടുള്ള പൈസ നിങ്ങൾക്കുണ്ടോ? അതിന് എത്ര രൂപ വരും? ഫോർ എക്സാമ്പിൾ 250 രൂപ അല്ലെങ്കിൽ 400 രൂപ ഒരു ദിവസം കലോറി കഴിക്കാൻ. ആ പൈസ നിങ്ങൾക്ക് 400 രൂപ നിങ്ങൾക്ക് ഇൻകം ആയിട്ട് കിട്ടുന്നുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ നിങ്ങൾ പോവർട്ടി ലൈനിന് താഴെയാണ്. ഗവൺമെന്റ്, സ്റ്റേറ്റ് നിങ്ങൾക്ക് സപ്പോർട്ട് നൽകും. ഇങ്ങനെയാണ് ഇവിടെ അലാഗ് കമ്മിറ്റിയിലെ പോവർട്ടി ലൈൻ നിർണയിച്ചത്. ഓക്കെ, അപ്പോൾ രണ്ടായിട്ട് തിരിച്ചു, അർബൻ പോപ്പുലേഷനും റൂറൽ പോറും അല്ലെങ്കിൽ റൂറൽ പോപ്പുലേഷൻ. ദെൻ എന്താണ്? ലഗ്ഡാവാല കമ്മിറ്റി വരികയാണ്. 1993 ലഗ്ഡാവാല കമ്മിറ്റി വരുന്നു. ആരൊക്കെ കമ്മിറ്റി ഉണ്ടായിരുന്നു? റാത്ത് കമ്മിറ്റി ഉണ്ടായിരുന്നു. എന്ത് റാത്ത്? ഡണ്ടേക്കാർ ആൻഡ് റാത്ത് കമ്മിറ്റി. ഡണ്ടേക്കാർ ആൻഡ് റാത്ത് കമ്മിറ്റി എന്താ പറഞ്ഞേ? നിങ്ങൾ എക്സ്പെൻഡിച്ചറിന്റെ ബേസിസിലാണ്, കൺസപ്ഷന്റെ ബേസിൽ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അലാഗ് കമ്മിറ്റി എന്ത് പറഞ്ഞു? അലാഗ് കമ്മിറ്റി പറഞ്ഞു കൺസപ്ഷന്റെ ബേസിസിൽ തന്നെ കൊടുക്കണം. പക്ഷേ എന്താണ്? നിങ്ങൾക്ക് അർബൻ പോപ്പുലേഷനും റൂറൽ പോപ്പുലേഷനും ഒരേ പോവർട്ടി ലൈൻ വെക്കരുത്. കാരണം എന്താണ്? റൂറലിന് ആക്സസ് കുറവാണ്, അതുകൊണ്ട് ഒരേ പോവർട്ടി ലൈൻ വെക്കരുത്. അലാഗ് കമ്മിറ്റി എന്ത് പറഞ്ഞു? മുകളിൽ പറഞ്ഞ രണ്ട് കമ്മിറ്റിയും പറഞ്ഞത് ശരിയാണ്. അലാഗ് കമ്മിറ്റിയുടെ ഉത്തരവുമായിട്ട് ഞങ്ങൾ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. എനിക്കിവിടെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനായിട്ടുണ്ട്. എന്താണ് ലഗ്ഡാവാല കമ്മിറ്റി പറഞ്ഞത്? അതായത് ലഗ്ഡാവാല കമ്മിറ്റി പറഞ്ഞു സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള പോവർട്ടി ലൈനുകൾ ഇംപ്ലിമെന്റ് ചെയ്യണം. സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ട് എല്ലാ സ്റ്റേറ്റുകളിലും ഒരേപോലെയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ട്, ഫോർ എക്സാമ്പിൾ ബീഹാറില് അല്ലെങ്കിൽ കർണാടകയില്, ആന്ധ്രാപ്രദേശില് 1 കിലോ തക്കാളി വാങ്ങുന്ന തക്കാളിയുടെ വിലയല്ല കേരളത്തില് 1 കിലോ തക്കാളിയുടെ വില. മനസ്സിലായോ? സോ ഇവിടെ 1/2 കിലോ ബീഫ് വാങ്ങിക്കാനായിട്ട് അല്ലെങ്കിൽ 1 കിലോ ബീഫ് വാങ്ങിക്കാനായിട്ടുള്ള വിലയല്ല ആന്ധ്രാപ്രദേശിൽ 1/2 കിലോ ബീഫ് വാങ്ങിക്കാനായിട്ടുള്ള വില. സോ ഇത് വ്യത്യസ്തമാണ്. അപ്പോൾ ഇന്ത്യ സ്പെസിഫിക് ടോട്ടലി ഒരു പ്ലാൻ ഉണ്ടാകാൻ നടക്കൂല. ലഗ്ഡാവാല കമ്മിറ്റി എന്ത് പറഞ്ഞു? ലഗ്ഡാവാല കമ്മിറ്റി പറഞ്ഞു സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാൻ വേണം. ദെൻ ബാക്കിയുള്ളതെല്ലാം അതേപോലെ, അതായത് 2100 ആണ് അർബനും 2400 കലോറിയാണ് ആർക്കും നമ്മളുടെ റൂറൽ പോപ്പുലേഷനും. അതൊക്കെ അതുപോലെ തന്നെ, പക്ഷേ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാൻ കൂടി ഇംപ്ലിമെന്റ് ചെയ്യണം. ഓക്കെ, ദെൻ അടുത്തൊരു മേജർ ചേഞ്ച് വരുന്നത് 2007 അതായത് ഓരോ സെൻസസ് കഴിയുമ്പോഴും നമ്മൾ ഓരോ കമ്മിറ്റിയെ രൂപീകരിക്കും. അങ്ങനെയാണ് നോർമലി ഉണ്ടാകുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവർട്ടിയുടെ എത്ര പേര് ദരിദ്രരാണ് അല്ല എന്നറിയാനായിട്ട് ഓരോ സെൻസസിന് ശേഷം ഒരു കമ്മിറ്റിയെ രൂപീകരിക്കും. പക്ഷെ ഇത് റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ടൊക്കെ കാലങ്ങൾ വൈകും. അപ്പോൾ സെൻസസ് കഴിയുന്നത് 2001 സെൻസസ് നടന്നു കഴിഞ്ഞാൽ കമ്മിറ്റി രൂപീകരിച്ച് വരുമ്പോഴേക്കും 2004 ആകും. അവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 2007 ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു രീതി നടക്കുന്നത്. എല്ലാ സെൻസസിലും ഇങ്ങനെ കമ്മിറ്റി രൂപീകരിച്ച് കൊള്ളണം എന്നൊരു നിയമമൊന്നുമില്ല. എപ്പോഴാണോ തോന്നുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ റിവിഷൻ വേണ്ടത് ആ ഒരു സമയത്ത് നമുക്കൊരു കമ്മിറ്റി രൂപീകരിക്കാം. ഓക്കെ, അടുത്ത കമ്മിറ്റി രൂപീകരിച്ചത് എപ്പോഴാണ്? അടുത്ത കമ്മിറ്റി രൂപീകരിച്ചത് നമ്മളുടെ 2007 കാലഘട്ടങ്ങളിലാണ്.
2007 കാലഘട്ടത്തിൽ രൂപീകരിച്ചു. 2009 അവര് റിപ്പോർട്ട് സമർപ്പിച്ചു. ആ കമ്മിറ്റിയുടെ പേരാണ് സുരേഷ് ടെണ്ടുൽക്കർ കമ്മിറ്റി, അല്ലെങ്കിൽ ഫേമസ്ലി നോൺ ആസ് ടെൻഡുൽക്കർ കമ്മിറ്റി. ടെണ്ടുൽക്കർ കമ്മിറ്റി ഒരു കാര്യം പറഞ്ഞു. ടെണ്ടുൽക്കർ കമ്മിറ്റി പറഞ്ഞു, നമുക്ക് ഈ പോവർട്ടി ലൈന്, അതായത് നമ്മളിപ്പോൾ 2 പോവർട്ടി ലൈൻ ക്രീപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, അർബൻ പോപ്പുലേഷന് വേണ്ടിയിട്ടും റൂറൽ പോപ്പുലേഷന് വേണ്ടിയിട്ടും. അങ്ങനത്തെ പരിപാടി വേണ്ട, നമുക്ക് ഒരു ഒറ്റ പോവർട്ടി ലൈൻ മതി. അതായത് യൂണിഫോം പോവർട്ടി ലൈൻ ബാസ്ക്കറ്റ് മാത്രം നമുക്ക് മതി. അർബന് വേണ്ടിയിട്ടും റൂറലിന് വേണ്ടിയിട്ടും സെപ്പറേറ്റ് പോവർട്ടി ലൈൻ വേണ്ട. ഓക്കെ, ദെൻ ഇദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ദരിദ്രൻ എന്ന് പറയുന്നത് നിങ്ങൾ ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് മാത്രമാണോ നിങ്ങൾ ദരിദ്രരാകുന്നേ? നിങ്ങൾ ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് മാത്രമാണോ നിങ്ങൾ ദരിദ്രരാകുന്നേ? അല്ല. നിങ്ങൾക്ക് കൃത്യമായ എഡ്യൂക്കേഷൻ ഇല്ല എങ്കിൽ നിങ്ങൾ ദരിദ്രരല്ലേ? നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് സ്കൂളിൽ വിടണം, അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ദരിദ്രനാണോ? അതെ. നിങ്ങൾക്ക് ഹെൽത്ത് കെയറിന് ആക്സസ് ഇല്ല, നിങ്ങൾ വലിയ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോഴും ഈ ഭക്ഷണത്തിന്റെ മേലിലാണോ, ഭക്ഷണത്തിന്റെ എക്സ്പെൻഡിച്ചറിന്റെ മേലിലാണോ നിങ്ങൾ പോവർട്ടി ലൈൻ വരച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആര് ചോദിച്ചു? ടെണ്ടുൽക്കർ കമ്മിറ്റി ചോദിച്ചു. അതിന് കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ടായിരുന്നില്ല. അപ്പോൾ ടെണ്ടുൽക്കർ കമ്മിറ്റി പറഞ്ഞു, ഇനി ഫുഡിന്റെ ബേസിസിൽ മാത്രമല്ല നമ്മൾ കൊടുക്കേണ്ടത്, ദെൻ പ്രൈവറ്റ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ. ഏതൊക്കെ എക്സ്പെൻഡിച്ചറുകൾ ഉണ്ട്? ഹെൽത്ത്, ദെൻ നമ്മളുടെ ഹെൽത്ത് ഉണ്ട്, ദെൻ എഡ്യൂക്കേഷൻ എക്സ്പെൻഡിച്ചർ. ഇങ്ങനെ വരുന്ന എക്സ്പെൻഡിച്ചറുകളെ കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യണം. പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ. ദാരിദ്ര്യം എന്ന് പറയുന്നത് ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് മാത്രമല്ല, അതിന്റെ കാലമൊക്കെ കഴിഞ്ഞു മക്കളെ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ദാരിദ്ര്യത്തെ ഒന്നും കൂടി വലുതാക്കേണ്ടിയിരിക്കുന്നു. കൃത്യമായിട്ടുള്ള ആഹാരം, കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ, കൃത്യമായിട്ടുള്ള ഹെൽത്ത് സർവീസ്, ഇതൊക്കെ കിട്ടാത്തവര് ദരിദ്രര് തന്നെയാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞു. ദെൻ ഇദ്ദേഹം ചേഞ്ച് ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തി. അതായത് ഈ നമ്മൾ ഈ പോവർട്ടി ലൈൻ ഡിഫൈൻ ചെയ്യുന്നത് ഒരു ലൈനിലൂടെയാണ്. അത് പോവർട്ടി ലൈൻ എന്ന് പറയും. അത് മാത്രമല്ല, നമ്മൾ ഇതിന് എത്ര രൂപ ചെലവാകുന്നുണ്ടല്ലോ, അതായത് അതെങ്ങനെ പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ കോഴിമുട്ട വാങ്ങുന്നു. കോഴിമുട്ട വാങ്ങാനായിട്ട്, കോഴിമുട്ടയിൽ ഇത്ര കലോറി ഉണ്ട്, കോഴിമുട്ട വാങ്ങാനായിട്ടുള്ള നമുക്ക് ചെലവാകുന്ന തുക. ഇതിനെയാണല്ലോ നമ്മൾ കലോറി കിട്ടുവാനായിട്ടുള്ള കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് പോവർട്ടി ലൈൻ കീപ്പ് ചെയ്യുന്നത്. എന്താണ് പോവർട്ടി ലൈൻ കീപ്പ് ചെയ്യുന്നത്? ഇത് ഈ കോഴിമുട്ട നമ്മൾ എല്ലാ ദിവസവും വാങ്ങേണ്ട കാര്യമല്ലേ, അല്ലെങ്കിൽ ആഴ്ചയിൽ വാങ്ങേണ്ട കാര്യമല്ലേ? സോ ഇതിനെയാണ് റീകോൾ പീരീഡ് എന്ന് പറയുന്നത്. ഒരു സാധനം നമ്മൾക്ക് വീണ്ടും വാങ്ങാനായിട്ടുള്ള ടൈം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വീട്ടിൽ അരിയില്ല. അരി നിങ്ങൾ എത്ര പ്രാവശ്യം വാങ്ങും? ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം നിങ്ങളുടെ വീട്ടിൽ അരി വാങ്ങും? ചിലപ്പോൾ മാസത്തിൽ വാങ്ങും, ഇല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ ആഴ്ചയിൽ വാങ്ങുന്നവരായിരിക്കും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവുക. ഇതിനെയാണ് റീകോൾ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഡ്രസ്സ് വാങ്ങുന്നത് എത്ര മാസങ്ങൾ കൂടുമ്പോഴാണ്, അല്ലെങ്കിൽ എത്ര വർഷം കൂടുമ്പോഴാണ്? ചിലപ്പോൾ ചിലർ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം വാങ്ങും. അരി വാങ്ങുന്നത് പോലെ നിങ്ങൾ ഡ്രസ്സുകൾ വാങ്ങും? അരി വാങ്ങുന്നത് പോലെ നിങ്ങൾ ഡ്രസ്സുകൾ വാങ്ങും? ഇല്ലല്ലോ. ഇങ്ങനെ വീണ്ടും വാങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റീകോൾ പീരീഡ് എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ ഈ കലോറി നിയന്ത്രിക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ പ്രൈസ് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഈ റീകോൾ പീരീഡുകൾ, പ്രൈസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, കൺട്രോൾ ചെയ്യാനായിട്ടല്ല, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ റീകോൾ പീരീഡുകൾ വെച്ചു. അതിന് ഒരു യൂണിഫോം റീകോൾ പീരീഡ് ആയിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? നമ്മളുടെ ടെണ്ടുൽക്കർ കമ്മിറ്റി വരുന്നതിന് മുന്നേ വരെ ഉണ്ടായിരുന്നത് ഒരു യൂണിഫോം റീകോൾ പീരീഡ് ആയിരുന്നു, അല്ലെങ്കിൽ യൂണിഫോം റീകോൾ പ്രൈസ്, URP എന്ന് പറയും. URP ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ടെണ്ടുൽക്കർ കമ്മിറ്റി പറഞ്ഞു, ഇനി നമ്മൾ ഓരോ പ്രൊഡക്റ്റിനും ഓരോ റീകോൾ പീരീഡ് കൊടുക്കണം. അതായത് നമ്മൾ അരി വാങ്ങുന്ന പോലെയല്ല നമ്മൾ വസ്ത്രങ്ങൾ വാങ്ങുന്നേ. ഓക്കെ, അരി വാങ്ങുന്ന പോലെയല്ല നമ്മൾ വസ്ത്രങ്ങൾ വാങ്ങുന്നേ. സോ പ്രൈസ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഒരു യൂണിഫോം ആയിട്ടുള്ള റീകോൾ പീരീഡ് അല്ല, പകരം മിക്സഡ് റീകോൾ പീരീഡിലേക്ക് നമ്മൾ പോകണം. മിക്സഡ് റീകോൾ പീരീഡ്, MRP, അല്ലെങ്കിൽ മിക്സഡ് റീകോൾ പീരീഡിലേക്ക് നമ്മൾ പോകണം എന്ന് ആര് പറഞ്ഞു? നമ്മളുടെ ടെണ്ടുൽക്കർ കമ്മിറ്റി പറഞ്ഞു. ഇതൊക്കെയാണ് ടെണ്ടുൽക്കർ കമ്മിറ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സജഷൻസ്. ഈ ടെണ്ടുൽക്കർ കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ പലതും നമ്മളുടെ ഗവൺമെന്റ് അംഗീകരിച്ചു. എന്തൊക്കെയാ പറഞ്ഞേ? നമ്മൾ ഈ അർബനും എന്തൊക്കെയാ പറഞ്ഞെന്ന് റീകോൾ ചെയ്തേ. അർബന് വേണ്ടിയിട്ടും റൂറലിന് വേണ്ടിയിട്ടും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നില്ല. പകരം നമ്മൾ ഒരൊറ്റ പോവർട്ടി ലൈനെ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അതൊക്കെ എക്സ്പെൻഡിച്ചറിന്റെ ബേസിസിൽ തന്നെയാണ്, അതായത് കൺസപ്ഷന്റെ ബേസിസിൽ തന്നെയാണ്. അതിന് മാറ്റമൊന്നുമില്ല. പക്ഷെ ആരാണ് ദരിദ്രര്?
ഭക്ഷണം കിട്ടാത്തവർ മാത്രമാണോ? അല്ല, ഭക്ഷണം കിട്ടാത്തവർ മാത്രമല്ല ദരിദ്രര്. പിന്നെ ആരാണ്? പിന്നെ ഭക്ഷണത്തിന് പുറമെ ഹെൽത്ത് സർവീസ്, എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടാത്തവരും ദരിദ്രര് തന്നെയാണ്. ഓക്കെ, ആര് പറഞ്ഞു? ടെണ്ടുൽക്കർ കമ്മിറ്റി പറഞ്ഞു. സുരേഷ് ടെണ്ടുൽക്കർ, സച്ചിൻ ടെണ്ടുൽക്കർ അല്ല. സച്ചിൻ ടെണ്ടുൽക്കർ അന്ന് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സുരേഷ് ടെണ്ടുൽക്കർ അന്ന് എക്കോണമിക് പോളിസീസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ സുരേഷ് ടെണ്ടുൽക്കർ പറഞ്ഞു നമ്മളുടെ ഹെൽത്തിനും എഡ്യൂക്കേഷനുള്ള എക്സ്പെൻഡിച്ചർ കൂടി ഇതിൽ ആഡ് ചെയ്യണം. ദെൻ മറ്റൊരു കാര്യം പറഞ്ഞെന്താണ്? യൂണിഫോംഡ് അലോക്കേഷൻ അല്ലെങ്കിൽ യൂണിഫോം റീകോൾ പീരീഡിൽ നിന്ന് മാറിയിട്ട് മിക്സഡ് റീകോൾ പീരീഡിലേക്ക് കൂടി വരണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആര് പറഞ്ഞേ? നമ്മളുടെ ടെണ്ടുൽക്കർ കമ്മിറ്റി പറഞ്ഞത്. ഓക്കെ, സോ ദെൻ അടുത്തൊരു കമ്മിറ്റി വരുന്നുണ്ട്. അടുത്തൊരു കമ്മിറ്റി 2013 കാലഘട്ടങ്ങളിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട രംഗരാജൻ കമ്മിറ്റിയാണ്. രംഗരാജൻ കമ്മിറ്റിയാണ് അടുത്ത ഒരു കമ്മിറ്റി വരുന്നത്. അടുത്ത ഒരു കമ്മിറ്റി വന്നപ്പോൾ രംഗരാജൻ പറഞ്ഞു ഓക്കെയാണ്, നമ്മളുടെ എക്സ്പെൻഡിച്ചറിനെ ബേസ് ചെയ്തുകൊണ്ട്, കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് കൊടുക്കണ്ടേ? നമ്മൾ പോവർട്ടി ലൈൻ വരയ്ക്കണ്ടേ. പക്ഷേ സച്ചിൻ പറഞ്ഞ, അല്ലെങ്കിൽ സുരേഷ് ടെണ്ടുൽക്കർ പറഞ്ഞ, സച്ചിൻ അല്ല സുരേഷ് ടെണ്ടുൽക്കർ, മാറിപ്പോയതാണ്. സച്ചിൻ അല്ല സുരേഷ് ടെണ്ടുൽക്കർ ആണ്. സച്ചിൻ അന്ന് ക്രിക്കറ്റ് കളിക്കുകയാണ്, മാറിപ്പോകരുത്. സുരേഷ് ടെണ്ടുൽക്കർ പറഞ്ഞ നമ്മളുടെ സുരേഷ് ടെണ്ടുൽക്കർ പറഞ്ഞ ഈ കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഈ അർബനിലും റൂറലിനും വേണ്ട എന്ന് പറഞ്ഞത്, അത് വേണ്ട. അർബനിലും റൂറലിനും എന്ത് വേണം? സെപ്പറേറ്റ് ആയിട്ട് പോവർട്ടി ലൈൻ നമ്മൾ വരയ്ക്കണം. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് പോവർട്ടി ലൈൻ നമ്മൾ വരയ്ക്കണം. ഇത് കൂടാണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ന്യൂട്രീഷണൽ ബേസിസിൽ, അതായത് നമ്മൾ ആദ്യം കലോറി എന്ന് മാത്രമല്ലേ പറഞ്ഞത്? കലോറി മാത്രമല്ല, പ്രോട്ടീനും ഫാറ്റും കൂടി അടങ്ങുന്ന ഒരു കമ്പൈൻഡ് സിസ്റ്റത്തിലേക്ക് നമ്മൾ പോകണം. ദെൻ നമ്മൾ ഈ പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. സച്ചിൻ അല്ല സുരേഷ് ടെണ്ടുൽക്കർ കമ്മിറ്റിയിൽ നമ്മൾ എന്താ പറഞ്ഞേ? നമ്മൾ ഇത് ആഡ് ചെയ്യുന്ന പറഞ്ഞത് പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ, ഹെൽത്തും എഡ്യൂക്കേഷനും. അത് മാത്രമല്ല, റെന്റ് കൊടുക്കണ്ടേ? ഒരു ആൾക്ക് സ്വന്തമായിട്ട് വീടില്ല, അയാൾ റെന്റ് കൊടുക്കണ്ടേ? അവർക്ക് വരുന്ന എക്സ്പെൻഡിച്ചർ എന്തിൽ പെടുത്തും നമ്മൾ? സോ അങ്ങനെയുള്ള പ്രൈവറ്റ് എക്സ്പെൻഡിച്ചറുകൾ, ബാക്കിയുള്ള കാര്യങ്ങൾ, റെന്റ് അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള എക്സ്പെൻഡിച്ചറുകൾ നമ്മൾ എന്തിൽ ആഡ് ചെയ്യണം? പോവർട്ടി ലൈൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തഡോളജിയിൽ ആഡ് ചെയ്യണം. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ പോവർട്ടി ലൈൻ എന്ത് ചെയ്യുന്നതിലുള്ള എഫക്റ്റ്. പോവർട്ടി ലൈൻ വരയ്ക്കുന്നതിലുള്ള ഒരു പോവർട്ടി ലൈൻ വരയ്ക്കുമ്പോൾ ആരൊക്കെയാണ് ദരിദ്രൻ, ആരൊക്കെയാണ് ദരിദ്രയ്ക്ക് മേലെ എന്നുള്ളത് എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു എവല്യൂഷൻ ആണ് നമ്മൾ പറഞ്ഞത്. സോ രംഗരാജൻ കമ്മിറ്റിയിലും 2016 ശേഷം എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ 14-15 കാലഘട്ടങ്ങളിൽ തുടങ്ങിയിട്ട് ആളുകൾ രംഗരാജൻ കമ്മിറ്റിയിലും ടെണ്ടുൽക്കർ കമ്മിറ്റിയിലും പോവർട്ടി ഇത് ചെയ്യാൻ തുടങ്ങി. എന്ത് ചെയ്യാനായിട്ട്? പോവർട്ടി കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ ഞാൻ പറഞ്ഞു മിക്സഡ് റീകോൾ പീരീഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ടെണ്ടുൽക്കർ മിക്സഡ് റീകോൾ പീരീഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നേ? നമ്മളുടെ പോവർട്ടി പ്രൈസുകൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. രംഗരാജൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സഡ് റീകോൾ പീരീഡിനെ ഒന്നും കൂടി ചേഞ്ച് ചെയ്തു. മോഡിഫൈഡ് മിക്സഡ് റീകോൾ പീരീഡ് അല്ലെങ്കിൽ റെഫറൻസ് പീരീഡ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു പുതിയ പ്രൈസ് മെക്കാനിസം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ഈ രണ്ട് മെത്തേഡിലും എന്ത് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി? പോവർട്ടി ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇത് ഭയങ്കര പ്രശ്നമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രംഗരാജൻ കമ്മിറ്റി പ്രകാരം 29% ദരിദ്രരുണ്ട് ഇന്ത്യയിൽ. അതായത് ഇദ്ദേഹം തുടക്ക കാലഘട്ടങ്ങളിൽ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ രംഗരാജൻ കമ്മിറ്റിയുടെ മിക്സഡ് റീകോൾ പീരീഡ് അല്ലെങ്കിൽ മോഡിഫൈഡ് റീകോൾ പീരീഡ് പ്രകാരം 29% ആരുണ്ട്? ദരിദ്രരുണ്ട് ഇന്ത്യയിൽ. ടെണ്ടുൽക്കർ കമ്മിറ്റി വെച്ചിട്ട് ചില എക്കോണമിസ്റ്റുകൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 21% മാത്രമേ ദരിദ്രരുള്ളൂ. പെട്ടില്ലേ? റേഷൻ കടയിൽ മണ്ണെണ്ണയായിട്ട് ഒരു ദരിദ്രൻ പോവുകയാണ്. എന്നെ പോലൊരു ദരിദ്രൻ മണ്ണെണ്ണ വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. അപ്പോ അവിടെ ഇരിക്കുന്ന മണ്ണെണ്ണ റേഷൻ കടക്കാരൻ പറയാണ്, നിങ്ങൾ രംഗരാജൻ കമ്മിറ്റിയിൽ പ്രകാരം നിങ്ങൾ ദരിദ്രനാണ്, പക്ഷേ ടെണ്ടുൽക്കർ കമ്മിറ്റി പ്രകാരം നിങ്ങൾ ദരിദ്രരല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് മണ്ണെണ്ണ തരാൻ പറ്റില്ല. എന്തൊരു അവസ്ഥയാണെന്ന് നോക്കണേ രംഗരാജൻ കമ്മിറ്റിയും ടെണ്ടുൽക്കർ കമ്മിറ്റിയും. സോ ഇതിനൊരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടോ? ഇത് ആരാണ് ദരിദ്രർ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇതാണ് ഈ മേജർ ക്വസ്റ്റ്യൻ ആര് ചോദിക്കുന്നേ? നമ്മളുടെ ഈ ഓപ്പൺ എഡിറ്റോറിയലിൽ ചോദിക്കുന്നത്. അതായത് ഡിഫറെന്റ് മെക്കാനിസങ്ങൾ ഉണ്ട്. ഇപ്പൊ വേൾഡ് ബാങ്കിന്റെ ക്ലെയിംസ് പ്രകാരം
നമ്മളുടെ ഇൻകം ഇനീക്വാലിറ്റി കുറഞ്ഞു എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, പക്ഷെ ശരിക്കും ഇൻകം ഇനീക്വാലിറ്റി കുറഞ്ഞു? ദരിദ്രരെല്ലാവരും പണക്കാരായിട്ട് മാറിയോ? ഇദ്ദേഹം പറയുന്നു പണക്കാരായിട്ട് മാറി, അതായത് നമ്മളുടെ ഇൻകം ഇനീക്വാലിറ്റി കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. പല റിപ്പോർട്ടുകളുടെ അടിസ്ഥാനമാക്കിയിട്ടാണ് പറയുന്നത്. സോ ഈ ഒരു പ്രോബ്ലം എല്ലാ കാലത്തും ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതായത് രംഗരാജൻ കമ്മിറ്റി പ്രകാരവും ടെണ്ടുൽക്കർ കമ്മിറ്റി പ്രകാരവും ഏകദേശം 10% ഒരു ഗ്യാപ്പ് വന്നു. മനസ്സിലായോ? സോ സാധാരണ ജനങ്ങള് ഒരു സ്കീമിന് വേണ്ടിയിട്ട് അപേക്ഷിച്ച് കഴിയുമ്പോൾ നിങ്ങൾ രംഗരാജൻ കമ്മിറ്റി പ്രകാരമാണ്, നിങ്ങൾ ദരിദ്രരേഖയ്ക്ക് അപ്പുറമാണെന്ന് പറയാനായിട്ട് പറ്റുമോ നമുക്ക്? ഇല്ല. സോ അതൊരു പോളിസി ചലഞ്ചാണ്. സോ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കാം? ചില എക്സ്ക്ലൂഷൻസ് സംഭവിക്കാം. സോ നമ്മൾ അതിനുശേഷം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡെക്സുകളൊക്കെ നമ്മൾ കീപ്പ് ചെയ്തത് ഇത് മറികടക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഞാൻ പറയുന്നത് എന്താണ്, നമ്മളുടെ ഒരു പോവർട്ടി ലൈനിൽ അല്ലെങ്കിൽ പോവർട്ടി എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന്റെ ഒരു എവല്യൂഷൻ ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഓക്കെ, എങ്ങനെയായിരുന്നു എവല്യൂഷൻ ഉണ്ടായിരുന്നത്? നമ്മളുടെ പ്രീ ഇൻഡിപെൻഡൻസിൽ എങ്ങനെയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. പ്രീ ഇൻഡിപെൻഡൻസിൽ എങ്ങനെയാണ്? ദാദാഭായ് നവറോജി വരുന്നു, ദെൻ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി വരുന്നു 1938 കാലഘട്ടങ്ങളിൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ. ദെൻ ബോംബെ പ്ലാൻ പ്രകാരം 75 രൂപ. ഈ 3 പ്ലാനുകളും എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? ഇൻകത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ദെൻ ഇൻഡിപെൻഡൻസിന് ശേഷം 1962 നമ്മൾ ഇൻകത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തത്? നമ്മളുടെ പോവർട്ടി ലൈൻ കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ ആണോ ഇവിടം വരെ? ദെൻ അതിനുശേഷം എന്താ വന്നേ? റാന്ത് കമ്മിറ്റി വന്നു. റാന്ത് കമ്മിറ്റി 1972 കാലഘട്ടങ്ങളിൽ ആര് വന്നു? റാന്ത് വന്നു. ദഡേക്കാർ ആൻഡ് റാന്ത് കമ്മിറ്റി വരികയാണ്. അവരെന്താ പറഞ്ഞേ? അവര് പറഞ്ഞു ഇനി മുതൽ ഇൻകത്തിന്റെ ബേസിസിലല്ല, എക്സ്പെൻഡിച്ചർ ബേസിസ്. അതും എന്തിനുള്ള എക്സ്പെൻഡിച്ചർ? കൺസപ്ഷന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചറിന്റെ ബേസിസിൽ ആണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പോവർട്ടി ലൈൻ ഐഡന്റിഫൈ ചെയ്യുന്നത്. എന്തിനുള്ള കൺസപ്ഷൻ? കലോറി. ഒരാൾക്ക് ഊർജം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ കലോറി എന്താ ഉൽപ്പത്തിക്കുന്നത്? ഒരു മനുഷ്യനുള്ള ഊർജം, എനർജി. സോ കലോറിയുടെ ബേസിസിൽ, കലോറിക്ക് വേണ്ടിയിട്ട് എത്ര രൂപ നമ്മൾ മുടക്കുന്നു, അതിനുള്ള എക്സ്പെൻഡിച്ചറിന്റെ ബേസിസിലാണ് നമ്മൾ പോവർട്ടി ലൈൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞു. ദെൻ ആരാ വരുന്നേ? ദഡേക്കാർ ആൻഡ് റാത്ത് കമ്മിറ്റിയിലാണല്ലോ ഇത് പറയുന്നത്. അതിനുശേഷം അലാങ് കമ്മിറ്റി വരുന്നു. അലാങ് കമ്മിറ്റി എന്ത് പറഞ്ഞു? പോവർട്ടിയുടെ ബേസ്, അതായത് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറിന്റെ ബേസിൽ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. എങ്ങനെ? റൂറൽ പുവറും റൂറൽ പോവർട്ടിയും ദെൻ അർബൻ പോവർട്ടി ലൈൻ എന്നുള്ള രീതിയിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ദെൻ 90 ആര് വന്നു? 89 ആര് വന്നു? ലഗ്ഡാവാല കമ്മിറ്റി വന്നു. ലഗ്ഡാവാല കമ്മിറ്റി എന്ത് പറഞ്ഞു? ലഗ്ഡാവാല കമ്മിറ്റി പറഞ്ഞു ശരിയാണ്. അലാങ് കമ്മിറ്റി പറഞ്ഞതും ഡണ്ടേക്കർ ആൻഡ് റാന്ത് കമ്മിറ്റി പറഞ്ഞതും ശരിയാണ്. പക്ഷേ നിങ്ങൾ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ട് പ്ലാനുകൾ വേണം. കാരണം എല്ലാ സംസ്ഥാനങ്ങളിലും വില ഒരുപോലെയല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും ദാരിദ്ര്യവും ഒരുപോലെയല്ല. ഓക്കെ, അതുകൊണ്ട് സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള പോവർട്ടി ലൈനുകൾ വേണം. ദെൻ ആര് വന്നു? ദെൻ പുതിയൊരു ചേഞ്ച് വരുന്നത് ടെണ്ടുൽക്കറിന്റെ കമ്മിറ്റിയാണ്, സുരേഷ് ടെണ്ടുൽക്കറിന്റെ കമ്മിറ്റിയാണ്. സുരേഷ് ടെണ്ടുൽക്കറിന്റെ കമ്മിറ്റി എന്ത് പറഞ്ഞു? ഒരു യൂണിഫോം പ്രാക്ടീസ് മതി. പക്ഷേ പോവർട്ടിനെ അദ്ദേഹം ഇലാബറേറ്റ് ചെയ്തു. അതായത് പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത്, പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം പോവർട്ടി ലൈൻ വരയ്ക്കാം. ആരാണ് ദരിദ്രർ എന്നുള്ളതിന്റെ ഡെഫിനീഷൻ അദ്ദേഹം കൂട്ടി. ഓക്കെ, ദെൻ അദ്ദേഹം എന്ത് പറഞ്ഞു? ദെൻ മിക്സഡ് റീകോൾ പീരീഡിനെ, യൂണിഫോം റീകോൾ പീരീഡിനെ മിക്സഡ് റീകോൾ പീരീഡ് ആക്കി. ഓക്കെ, പല കാര്യങ്ങളും ഒരേപോലെയല്ല ആളുകൾ വാങ്ങുന്നത്. അതുകൊണ്ട് എല്ലാത്തിനും ഒരു യൂണിഫോം റീകോൾ പീരീഡ് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അരി വാങ്ങുന്നത് പോലെയല്ല എന്ത് വാങ്ങുന്നേ? ചെരുപ്പ് വാങ്ങുന്നേ. ചെരുപ്പ് വർഷത്തിൽ ഒന്നേ വാങ്ങുന്നുണ്ടാവുള്ളൂ, അരി എല്ലാ മാസവും വാങ്ങുന്നുണ്ടാവും. സോ ഇതിനെല്ലാം ഒരു റീകോൾ പീരീഡ് പോലെ നമ്മൾ കണക്കാക്കരുത്. പകരം മിക്സഡ് റീകോൾ പീരീഡ് നമ്മൾ കണക്കാക്കണം. ദെൻ രംഗരാജൻ കമ്മിറ്റി പറഞ്ഞു. രംഗരാജൻ കമ്മിറ്റി എന്താ പറഞ്ഞേ? ടെണ്ടുൽക്കർ പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് എതിർപ്പുണ്ട്. ടെണ്ടുൽക്കറെ ഒരു കാര്യം എനിക്ക് എതിർപ്പുണ്ട്. കാരണം അർബൻ പോവർട്ടി ലൈനും റൂറൽ പോവർട്ടി ലൈനും എടുത്തു കളയേണ്ട ആവശ്യമില്ല. അത് രണ്ടും രണ്ടായിട്ട് തന്നെ നിൽക്കട്ടെ. ഈ നീ പറഞ്ഞ കാര്യം ശരിയാണ്. ഏതാണ്? പ്രൈവറ്റ് എക്സ്പെൻഡിച്ചറുകൾ കൂട്ടണം. പക്ഷേ അതൊന്നും കൂടി ഇലാബറേറ്റ് ചെയ്യണം. റെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് കൊടുക്കണം. പിന്നെ വേറെ എന്തൊക്കെ ചെയ്യണം? ഈ മിക്സഡ് റീകോൾ പീരീഡ് എന്ന് പറയുന്നത് ഒന്നും കൂടി മോഡിഫൈ ചെയ്യണം. അദ്ദേഹം മോഡിഫൈഡ് ചെയ്തിട്ട് എന്ത് വിളിച്ചു? മോഡിഫൈഡ് മിക്സഡ് റീകോൾ പീരീഡ്, അല്ലെങ്കിൽ മോഡിഫൈഡ് മിക്സഡ് റെഫറൻസ് പീരീഡ് എന്ന് വിളിച്ചു. ഇങ്ങനെയാണ് ഇതിന്റെ എവല്യൂഷൻ. ദെൻ അതിനുശേഷമാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഒക്കെ വന്നിട്ട് നമ്മളുടെ ഇനീക്വാലിറ്റി ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ്
ടോട്ടൽ നമ്മളുടെ പോവർട്ടി എസ്റ്റിമേഷന്റെ ഒരു വാല്യുവേഷൻ. സോ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ വേൾഡ് ബാങ്ക് പോവർട്ടി എസ്റ്റിമേറ്റ് ചെയ്തു, ഇൻകം ഇനീക്വാലിറ്റി കുറഞ്ഞു കുറഞ്ഞു വരികയാണ്, അല്ലെങ്കിൽ ദരിദ്രര് ഇന്ത്യയിൽ കുറയുകയാണ് എന്ന് പറഞ്ഞു. സോ നമ്മൾ ടോട്ടൽ എടുത്ത് നോക്കുമ്പോൾ ദരിദ്രര് ഇന്ത്യയിൽ കുറയുകയാണ്. ആക്സസ് ടു എഡ്യൂക്കേഷൻ, ആക്സസ് ടു ഹെൽത്ത് കെയർ, ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ അതുവഴി ഇന്ത്യയിൽ ദരിദ്രര് കുറയുകയാണ്. എങ്കിലും നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. നമ്മളുടെ ഈ ആർട്ടിക്കിൾ എഡിറ്റോറിയലിന്റെ അവസാനം വരുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു കാര്യത്തിൽ വീണ്ടും വീണ്ടും ഊന്നി പറയാനായിട്ടുള്ളത്. എല്ലാവരും ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ വരുന്ന ഒരു സുന്ദരമായ കാലഘട്ടമാണ് നമ്മൾ ലക്ഷ്യം കാണുന്നത്. ഓക്കെ, സോ നമുക്ക് ലാസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ലാസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു INS നിസ്താറിനെ കുറിച്ചിട്ടാണ്. ഇന്ത്യാസ് ഫസ്റ്റ് ഇൻഡിജീനിയസ് ഡൈവിംഗ് സപ്പോർട്ട് വെസൽ. ഓക്കെ, ഇതെന്താണ്? ഇത് നമ്മളുടെ ഇന്ത്യൻ നേവിയുടെ ഒരു വെസലാണ്. നമ്മൾ വെസലിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? എയർക്രാഫ്റ്റ് കാരിയേഴ്സ്, ദെൻ ബോംബേഴ്സ് അല്ലെങ്കിൽ ഡിസ്ട്രോയേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച്, ഒരുപാട് സെക്ഷനുകളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഒരു വെഹിക്കിൾ ആണ് ഡൈവിംഗ് സപ്പോർട്ട് വെഹിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡൈവിംഗ് സപ്പോർട്ട് വെസൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നേരിട്ടൊരു യുദ്ധത്തിൽ പങ്കെടുക്കുകയല്ല അവർ ചെയ്യുന്നത്, ഡൈവിങ്ങിന് വേണ്ടിയിട്ട്, അതായത് താഴേക്ക് പോകുമ്പോൾ അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന വെസൽസിനെയാണ് ഈ INS ഡൈവിംഗ് സപ്പോർട്ട് വെസൽസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ. അത് മനുഷ്യർ ഡൈവ് ചെയ്യുമ്പോൾ മാത്രമല്ല കേട്ടോ, ഈ മനുഷ്യൻ ഡൈവ് ചെയ്യുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന വെഹിക്കിൾ ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പകരം എന്താ ചെയ്യുന്നത്? അതായത് മുങ്ങിക്കപ്പലുകളൊക്കെ ഉണ്ടല്ലോ, നമ്മളുടെ സബ്മറൈൻസുകൾ. സോ അതിലേക്ക് ഉള്ള എക്യുപ്മെന്റ്സുകൾ എത്തിക്കുക, അതിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കും. ഓക്കെ, സോ ഭയങ്കര യൂസ് ഉള്ള കാര്യമാണ്. കാരണം റോബോട്ടിക്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ആളെ വിടാതെ തന്നെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകൾ എത്തിക്കാനായിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന വെസലാണ് ഈ INS നിസ്താർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ചെറിയ കാര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കേണ്ട. INS നിസ്താർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിജീനിയസ്ലി ബിൽഡ് ചെയ്ത ഒരു ഷിപ്പാണ്. അങ്ങനെയെങ്കിൽ എവിടെയാണത് ബിൽഡ് ചെയ്തത്? അത് ബിൽഡ് ചെയ്തത് നമ്മളുടെ ഹിന്ദുസ്ഥാൻ, എന്താണ് നമ്മളുടെ ഇതിന്റെ പേര്, വിശാഖപട്ടണത്തുള്ളത് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡിലാണ് ഇത് ബിൽഡ് ചെയ്തത്. മറന്നു, ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡിൽ, കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറയുന്ന പോലെ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡിലാണ് ഇത് ബിൽഡ് ചെയ്തത്. ദെൻ ഇതിന്റെ ക്യാപ്പബിലിറ്റീസ് എന്താണ്? സൈഡ് ഡൈവിംഗ് സ്റ്റേജ്, ദെൻ ഡീപ് സീ സാച്ചുറേഷൻ ഡൈവിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് താഴേക്ക് പോവുക എന്നുള്ളതാണ് ഇവിടെ പിക്ചർ കാണിച്ചിരിക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ആളെ താഴേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമല്ല ഇതിന്റെ സ്റ്റേജ്. ദെൻ എന്താണ്? ദെൻ നമ്മളുടെ സബ്മറൈൻസിന് വേണ്ടിയിട്ട് എക്യുപ്മെന്റ്സുകൾ ഡൈവ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ റിസർച്ചിനും എക്സ്പ്ലോറേഷനും വേണ്ടിയിട്ട് വരെ ഇത് യൂസ് ചെയ്യാം. മിലിറ്ററി ആവശ്യങ്ങൾക്ക് മാത്രമല്ല, റിസർച്ചിനും എക്സ്പ്ലോറേഷനും വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. സോ INS Nistar serve as the mothership for the deep submergence rescue vessels. ഇതിന് താഴെ വേറെ വെസലുകൾ ഉണ്ട്, ഡീപ് സബ്മർജൻസ് റെസ്ക്യൂ വെസൽസിന്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മദർഷിപ്പ് ആയിട്ട് ഇത് ആക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആളുകളെ ഡൈവ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം മാത്രം ഇതിൽ ചിന്തിക്കരുത്. പകരം ഇത് എക്സ്ട്രാ മെഷീൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിന് കീഴെയും പല എക്യുപ്മെന്റുകളൊക്കെ എത്തിയിട്ട് താഴെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകാനായിട്ട് യൂസ് ചെയ്യും. ദെൻ വേറെ എന്തിനൊക്കെ യൂസ് ചെയ്യാം? കടലിലൂടെ വല്ല ഇതൊക്കെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ലൈനുകൾ പോകുന്നുണ്ട്, ചാനലുകൾ പോകുന്നുണ്ട്, അത് ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട്, സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യുന്ന ഇന്ത്യയിലെ ഇൻഡിജീനിയസ് ആയിട്ട് നിർമ്മിച്ച ഒരു വെസലാണ് ഏത്? നമ്മളുടെ INS നിസ്താർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഏതിന്റെ കീഴിലാണ്? ഓഫ് കോഴ്സ് നേവിയുടെ കീഴിലാണ്. ആരാണ് പണിയിച്ചത്? ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് എന്ന് പറയുന്നത് നമ്മളുടെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലൂടെ ഉള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് ഈ INS നിസ്താർ എന്ന് പറയുന്ന ഷിപ്പ് അല്ലെങ്കിൽ വെസൽ നിർമ്മിച്ചത്. നിസ്താർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർലി എന്താ മീനിങ്? നിസ്താർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻസ്ക്രിറ്റ് വേർഡ് ലിബറേഷൻ അല്ലെങ്കിൽ റെസ്ക്യൂ. നിസ്താർ എന്ന് പറഞ്ഞാൽ റെസ്ക്യൂ എന്നാണ് മീനിങ് വരുന്നത്. ഓക്കെ, സോ ഇതാണ് ഈ INS നിസ്താർ. അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല. INS നിസ്താർ എന്ന് പറഞ്ഞൊരു ഇൻഡിജീനിയസ് ഷിപ്പ് ഇവിടെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് മാത്രം നിങ്ങൾ നോക്കി വെക്കുക. എവിടെയാണ് അത് നിർമ്മിച്ചത് എന്ന് കൂടിയിട്ട് നോക്കി വെക്കുക. ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നോക്കാം. സോ ഇതാണ് ഇന്നത്തെ ന്യൂസ് ആർട്ടിക്കിളുകൾ. ഓക്കെ, താങ്ക് യു.